അപ്പോൾ സ്റ്റുഡൻസ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ യുവർ പ്രിപ്പറേഷൻ. കാരണം നമ്മൾ എൻവയോൺമെൻറ്റ് എക്കോളജി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബയോഡൈവേഴ്സിറ്റി എന്ന് ചോദ്യം വരാറുണ്ട്, ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്ന് ചോദ്യം വരാറുണ്ട്, പിന്നെ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, പിന്നെ ഇന്ത്യയുടെ എഫേർട്സ്, ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യം വരാറ്. പിന്നെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കുണ്ട്, അത് ഓവറോൾ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം നമുക്ക് എക്കണോമിയിൽ നിന്നും കിട്ടാം, എൻവയോൺമെൻറ്റിൽ നിന്നും കിട്ടാം, ജോഗ്രഫിയിൽ നിന്നും കിട്ടാം. അപ്പോൾ ഇതിൻ്റെ ഒരു കീ ഏരിയയാണ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ പറ്റി മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമൊന്നും ആയില്ല. അപ്പം നിങ്ങൾ കാണുന്ന പല കാര്യങ്ങളും ദേ കെയിം വെരി ലേറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ക്രോണോളജി നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ക്രോണോളജിയാണ് നിങ്ങളെ കാണിക്കുന്നത്. സാധാരണ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ അവർ ഈ ക്രോണോളജി സ്റ്റാർട്ട് ചെയ്യുന്നത് 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്നാണ്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്താണ്? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇത് തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ഈ ദിവസം എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി വയ്ക്കുക. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓഫ് 1972 നടന്ന ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഹോംവർക്കായിട്ട് ചെയ്യുക. പക്ഷേ ശരിക്കും പറഞ്ഞാൽ 1972 മുമ്പ് തന്നെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിരുന്നു. നമുക്ക് 1968 മുമ്പ് ഒരു ക്ലബ്ബുണ്ട്. 1968 ഇറ്റ്സെൽഫ് വി ഹാവ് എ ക്ലബ്. ആ ക്ലബിൻ്റെ പേരാണ് ക്ലബ് ഓഫ് റോം. ക്ലബ് ഓഫ് റോം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനും ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ പറ്റി റിസർച്ച് ചെയ്യുന്നു. അവരൊരു റിപ്പോർട്ട് എഴുതും. ആ റിപ്പോർട്ട് എന്താ? ദ ലിമിറ്റ് ടു ഗ്രോത്ത്. അതായത് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 68 തന്നെ ക്ലബ് ഓഫ് റോം പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പറ്റിയുള്ളൊരു സ്റ്റഡി നടത്തിയിരുന്നു. അവരൊരു റിപ്പോർട്ട് ഇറക്കി. റിപ്പോർട്ടിൻ്റെ പേരാണ് ദ ലിമിറ്റ് ടു ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക്ഹോം കോൺഫറൻസിന് മുമ്പും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 1968 ക്ലബ് ഓഫ് റോമും അതിൻ്റെ റിപ്പോർട്ടും നോക്കി. 72 നമുക്ക് എന്ത് വന്നു? സ്റ്റോക്ക്ഹോം കോൺഫറൻസ് വന്നു. ആ സ്റ്റോക്ക്ഹോം കോൺഫറൻസിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ക്ലിയർ? അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. 1987 യു ഹാവ് എ ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ട് ഉണ്ടാവുകയാണ്. ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ടിനകത്ത് എന്താണ് പറയുന്നത്? ഈ റിപ്പോർട്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവരുന്ന റിപ്പോർട്ടിൻ്റെ പേരാണ് അവർ കോമൺ ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെയും ചില പ്രശ്നങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട്. ഈ ഒരു 1987 ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ടിലാണ് ആദ്യമായിട്ട് ബയോ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള വാക്ക് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി അല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ബ്രൂട്ട്ലാൻഡ് കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്? നമ്മളിപ്പോൾ എന്തെങ്കിലും റിസോഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് സസ്റ്റൈനബിളി യൂസ് ചെയ്യണം. കാരണം ഇപ്പോഴത്തെ റിസോഴ്സ് മൊത്തം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ജനറേഷന് യൂസ് ചെയ്യാൻ വേണ്ടി റിസോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള റിസോഴ്സ് നമ്മുടെ മാത്രമല്ല, നമ്മുടെ ഭാവിയിലുള്ളവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഫ്യൂച്ചറിനെ കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യാൻ. ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തെല്ലാം നശിപ്പിച്ച് കളയരുത്. കാരണം റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഓക്കെ, ആൻഡ് ജനറേഷൻസ് ആർ യെറ്റ് ടു കം. അപ്പോൾ ഈ കാര്യം നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ആദ്യം ക്ലബ് ഓഫ് റോം, പിന്നെ സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. സ്റ്റോക്ക്ഹോം കോൺഫറൻസിൻ്റെ നടന്ന ദിവസം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് യു ഹാവ് ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ട് ഇൻ 1987. റിപ്പോർട്ടിൻ്റെ പേരെന്താണ്? അവർ കോമൺ ഫ്യൂച്ചർ. ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ടിൽ തന്നെ കോയിൻ ചെയ്യപ്പെട്ട ടേമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ക്ലിയർ? അപ്പോഴും മനുഷ്യന് വളരെയധികം കൺഫ്യൂഷനാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഒരു നാച്ചുറൽ ഫിനോമിനനാണോ അതോ മനുഷ്യൻ്റെ പ്രവർത്തികൾ കാരണം വന്നതാണ്, ആന്ത്രോപ്പജനിക് റീസൺസ് ആണോ ഇതിനുള്ളത്? അങ്ങനെ ഒരു ഡൗട്ട് വളരെയധികം പല ആൾക്കാർക്കും. കാരണം നാച്ചുറലായ റീസൺസ് കൊണ്ടും ക്ലൈമറ്റ് ചേഞ്ച് വരാറുണ്ട്. നമുക്ക് നമ്മുടെ ഡൈനോസറിൻ്റെയൊക്കെ എക്സ്റ്റിങ്ഷൻ നോക്കിയാൽ ഇറ്റ് ഈസ് എ നാച്ചുറൽ റീസൺ, മനുഷ്യനൊന്നും ചെയ്തതല്ല. അപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായി. ഒരു ഓർഗനൈസേഷൻ വരികയാണ്, ഇതിൻ്റെ പേര് IPCC എന്നാണ്. IPCC. ഈ IPCC ഫോം ചെയ്യുന്നത് 2 ബോഡികൾ ചേർന്നാണ്. ഒന്ന് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം, പിന്നെ വേൾഡ് മെറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ. ഇവർ രണ്ടും ചേർന്ന് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുകയാണ് IPCC. ക്ലൈമറ്റ് ചേഞ്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പം സാധാരണ നമ്മൾ IPCCയുടെ റിപ്പോർട്ട്സിന് വിളിക്കുന്നത് അസസ്മെൻറ്റ് റിപ്പോർട്ട്സ് എന്ന്. അസസ്മെൻറ്റ് റിപ്പോർട്ടുകളാണ്.
അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് അസസ്മെൻറ്റ് റിപ്പോർട്ട് 92 വന്നപ്പോൾ ഇവർ വ്യക്തമായിട്ട് പറഞ്ഞു ക്ലൈമറ്റ് ചേഞ്ച് ഒരു യാഥാർത്ഥ്യമാണ്, മനുഷ്യനാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ ഒത്തിരി അധികം ഇതിനെ പുഷ് ചെയ്യുന്നത്. നാച്ചുറൽ റീസൺസിനെക്കാട്ടി കൂടുതൽ മനുഷ്യനാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ ആക്സലറേറ്റ് ചെയ്യുന്നത്. അപ്പം ലോകത്തിന് മനസ്സിലായി ദർ ഇസ് എ റിയൽ ത്രെട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ദെൻ യു ഹാവ് എ റിയോ ഡി ജനീറോ സമ്മിറ്റ് ഓൺ 1992. ഇതിനെ എർത്ത് സമ്മിറ്റ് എന്ന് വിളിക്കാറുണ്ട്. ദിസ് ഇസ് ഓൾസോ കോൾഡ് ആസ് എർത്ത് സമ്മിറ്റ് എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ UN കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് ആൻഡ് എർത്ത് സമ്മിറ്റ്. ഓക്കെ, UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ്. ഇതിനെ അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടിൽ എന്ത് വിളിക്കും? എർത്ത് സമ്മിറ്റ്. റിയോ സമ്മിറ്റ് അല്ലെങ്കിൽ UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റ്, മൂന്നും കറക്റ്റാണ്. ഓക്കെ, ഇത് വരാനുണ്ടായ സാഹചര്യം മനസ്സിലായല്ലോ. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ റിയാലിറ്റി എന്നുള്ളത് IPCCയും പറഞ്ഞു. ബ്രിട്ട്ലാൻഡ് റിപ്പോർട്ടിനകത്തും ചെറിയ ചെറിയ പരാമർശങ്ങളുണ്ട്. അപ്പോൾ 92-ൽ അവസാനം ഇതൊക്കെ പരിഹരിക്കാൻ വി വിൽ ഹാവ് എ UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് റിയോയിൽ നടന്ന ഈ സമ്മിറ്റ് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് നമുക്കൊരു ന്യൂയോർക്ക് സമ്മിറ്റ് ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റിയോ +5 എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് 10 വർഷം റിയോ സമ്മിറ്റ് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റ് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഒരു സമ്മിറ്റ് ഉണ്ട്. അതിനെ ജോഹന്നാസ്ബർഗ് സമ്മിറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ റിയോ +10 എന്ന് വിളിക്കും. ഓക്കെ, ഇതിന് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് ഈ സമ്മിറ്റിനെ വിളിക്കുന്നത്. പിന്നെ നമ്മുടെ റിയോ സമ്മിറ്റ് കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞൊരു സമ്മിറ്റ് വരും. ഇതിനെ നമ്മൾ റിയോ +20 എന്ന് വിളിക്കും. ഓക്കെ, UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ്, ഇതിനെ നമ്മൾ എർത്ത് സമ്മിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിയോ കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ സമ്മിറ്റിനെ റിയോ +5, റിയോ കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് വന്ന സമ്മിറ്റിനെ റിയോ +10, റിയോ കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ സമ്മിറ്റിനെ റിയോ +20. ഓക്കെ, ഇതൊക്കെ എവിടെയാണ് നടന്നതെന്ന് ഓർത്തിരിക്കുക. റിയോ സമ്മിറ്റ് നടന്നത് റിയോ ഡി ജനീറോ. ഓക്കെ, റിയോ +5 നടന്നത് ന്യൂയോർക്ക്, റിയോ +10 നടന്നത് ജോഹന്നാസ്ബർഗ്, റിയോ +20 നടന്നത് എഗെയിൻ റിയോ ഡി ജനീറോയിൽ തന്നെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സമ്മിറ്റും 4ാമത്തെ സമ്മിറ്റും ഒരു സ്ഥലത്ത് നടന്നത്, അതുകൊണ്ട് 2നെ എർത്ത് സമ്മിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇനി ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്താൽ ഈ പറയുന്ന എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലാൻഡ് മാർക്കുകളുണ്ട്. 1948 നമുക്ക് IUCN ഫോം ആയത്, ഇൻ്റർനാഷണൽ യൂണിയൻ ഓൺ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇറ്റ് ഫൗണ്ടഡ് ഫസ്റ്റ് ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഫോക്കസിങ് ഓൺ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. IUCN നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇനി 1961 നമുക്കെന്തുണ്ട്? വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ക്രിയേറ്റഡ് ആവുന്നു. ഇറ്റ് ഇസ് റേസ് ടു ക്രിയേറ്റ് ഗ്ലോബൽ അവയർനെസ് ആൻഡ് ഫണ്ടിങ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അപ്പോൾ ആദ്യത്തെ എൻവയോൺമെൻറ്റിനെ പറ്റിയാണെങ്കിൽ രണ്ടാമത്തെ വൈൽഡ് ലൈഫിനെ പറ്റിയാണ്. ഇനി 1962 നമുക്ക് എന്തുണ്ട്? പബ്ലിക്കേഷൻ ഓഫ് സൈലൻറ്റ് സ്പ്രിംഗ്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് റേച്ചൽ കാർസൺ ആണ്. ഷീ എക്സ്പോസ് ദ ഡേഞ്ചർ ഓഫ് പെസ്റ്റിസൈഡ്സിൻ്റെ പ്രശ്നങ്ങൾ, എക്സാമ്പിൾ DDT ട്രിഗറിങ് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്. ഇത് കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. 1968 ക്ലബ് ഓഫ് റോം ഉണ്ട്. ക്ലബ് ഓഫ് റോം എന്ത് ചെയ്തു? അവരൊരു റിപ്പോർട്ട് കൊണ്ടുവന്നു. ഈ റിപ്പോർട്ടിൻ്റെ പേരായിരുന്നു എന്ത്? ലിമിറ്റ് ടു ഗ്രോത്ത് എന്താ? ക്ലൈമറ്റ് ചേഞ്ചും എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസുമാണ്. പിന്നെ നമുക്ക് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഇതിനെ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇതോടെ തന്നെ UNEP അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം ഈ സമയത്താണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് മേജർ ഗ്ലോബൽ കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. അപ്പോൾ ഏറ്റവും മേജർ ആയിട്ടുള്ള ആദ്യത്തെ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയ കോൺഫറൻസ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ്. ഓക്കെ, ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് UNEP. ഞാൻ പറഞ്ഞതുപോലെ 73 നമുക്ക് അടുത്ത സൈറ്റ്സ് ഉണ്ടായി. കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഇറ്റ് ഈസ് എ ഗ്ലോബൽ എഗ്രിമെൻറ്റ് ടു റെഗുലേറ്റ് വൈൽഡ് ലൈഫ് ട്രേഡ് ആൻഡ് പ്രിവെൻറ്റ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ നമ്മൾ IUCN നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ബയോഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷന് വേണ്ടിയാണ്. ഓക്കെ, എൻവയോൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടു? വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് കണ്ടു, വൈൽഡ് ലൈഫിൻ്റെ കൺസർവേഷന് വേണ്ടി. പിന്നെ നമ്മൾ സൈറ്റ്സ് കണ്ടു, അതെ, വൈൽഡ് ലൈഫ് ട്രേഡും പിന്നെ അതുപോലെ ഓവർ എക്സ്പ്ലോയിറ്റേഷനും തടയാം. അപ്പോൾ WWFൻ്റെയും സൈറ്റ്സിൻ്റെ മാൻഡേറ്റിനകത്ത് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. ഓക്കെ, 73 കഴിഞ്ഞ് എന്താണ് പറ്റിയത്? 85 കൺവെൻഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ. ഇതെല്ലാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കും. ഇറ്റ് ഈസ് എ ഫ്രെയിംവർക്ക് ഫോർ കൺട്രോളിങ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്. നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. 87 നമുക്ക് മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നു. Okay, it is also related to substance that deplete the ozone layer. It is a landmark agreement to phase out ozone depleting chemicals like
CFCs എന്താ, ക്ലൂറോ ഫ്ലോറോ കാർബൺസ്. 87 വന്നു എന്ത്, ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ട് വന്നു. ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ടിൻ്റെ പേരെന്താണ് ശരിക്കുള്ളത്, അവർ കോമൺ ഫ്യൂച്ചർ. ഇതാണ് ആദ്യമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം കൂടെ വന്നിരുന്നു, ഞാൻ പറഞ്ഞു IPCC വന്നിരുന്നു. IPCC ഫോം ആയത് ആരൊക്കെ കൂടെയാണ്, WMOയും യുണെപ്പും ചേർന്ന്. ഇവരുടെ ഫസ്റ്റ് അസസ്മെൻറ്റ് റിപ്പോർട്ട് പുറത്തു വിട്ടു. അതിനകത്ത് ഹ്യൂമൻസിന് റോളുണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് അവർ പറയുണ്ടായി. ഇതിൻ്റെയൊക്കെ ഫലം കാരണം വി ഹാഡ് എ റിയോ സമ്മിറ്റ് ഇൻ 1992, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റൽ ആൻഡ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ UNCD റിയോ സമ്മിറ്റ്, എർത്ത് സമ്മിറ്റ് എന്നും വിളിക്കും. ഓക്കെ, മേജർ ഗ്ലോബൽ അഗ്രിമെൻറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ലീഡിങ് ടു കീ ട്രീറ്റീസ് ലൈക്ക് UNFCCC, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ഓബ്വിയസ്ലി ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ട്, പിന്നെ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വി വിൽ ഫോക്കസ് ഓൺ 1992 എർത്ത് സമ്മിറ്റ്, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഫോക്കസ് ഓൺ ദിസ്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഓവറോൾ സ്ട്രക്ചർ മാത്രമേ തന്നിരുത്തുള്ളൂ, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഓബ്വിയസ്ലി കറണ്ട് അഫയേഴ്സും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എർത്ത് സമ്മിറ്റും അതിൻ്റെ സക്സസീവ് ആയിട്ടുള്ള ആക്ഷൻസുമാണ്. കുറേ കൺവെൻഷൻസ് വന്നിട്ടുണ്ട്, ഈ കൺവെൻഷൻസ് എല്ലാം നമുക്ക് നോക്കണം. ഓക്കെ, ദിസ് വാസ് ജസ്റ്റ് എ ബ്രീഫ് ഔട്ട്ലൈൻ വിച്ച് ഐ ഗേവ് യു. അപ്പോൾ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, എൻവയോൺമെൻറ്റ് ആണെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ഡയലോഗ്സൊക്കെ കുറേ നാളുകളൊന്നും ആയിട്ടില്ല ലോകത്ത് വന്നു തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഹിസ്റ്ററി വളരെ ഷോർട്ടാണ്, ലൈക്ക് 50 or 55, 56 ഇയേഴ്സ്, അത്രയും ഇതിൻ്റെ ചരിത്രമുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു ക്രോണോളജി ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 68 ക്ലബ് ഓഫ് റോമിൽ നിന്നാണ്. പിന്നെ നമ്മൾ സ്റ്റോക്ക്ഹോമിലെ കോൺഫറൻസ് കണ്ടു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ട് കണ്ടു, റിയോ കോൺഫറൻസ് കഴിഞ്ഞിട്ട് Rio+5, Rio+10 ആൻഡ് Rio+20. അതുകൂടാതെ ഞാൻ നിങ്ങളെ ഈ ടൈം ലൈനും കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് ആണ് റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റ്, ഇക്കോളജി ആൻഡ് യുവർ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കോൺഫറൻസ് 1992 നടന്ന റിയോ സമ്മിറ്റാണ്. ഓക്കെ, ഇതിൻ്റെ പേരെന്താണ് ശരിക്കുള്ള ഫോർമൽ നെയിം? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നമുക്കതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയത് എന്താണ്? ബ്രട്ട്ലാൻഡ് കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. ബ്രട്ട്ലാൻഡ് കമ്മീഷൻ നമ്മളോട് എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്നു. അതുപോലെ എൻവയോൺമെൻറ്റും ഡെവലപ്മെൻറ്റും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ലെന്നും ബ്രട്ട്ലാൻഡ് കമ്മീഷൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു റിപ്പോർട്ട് നൽകിയപ്പോൾ ഓബ്വിയസ്ലി വി വെർ ഫോഴ്സ്ഡ് ടു തിങ്ക് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു IPCCയുടെ റിപ്പോർട്ടും വന്നു. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പീപ്പിൾ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്ലൈമറ്റ്, എൻവയോൺമെൻറ്റ് ആൻഡ് ഓൾ. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നമുക്ക് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റ് ഉണ്ടാകുന്നത് ഇൻ റിയോ 1992. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസിഷൻ നോക്കിയാൽ ഹൗ ടു ഗോ ഹെഡ് വിത്ത് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതാണ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഫറൻസിൻ്റെ ഒരു മാൻഡേറ്റ്. എങ്ങനെ നമ്മൾ സസ്റ്റൈനബിളി ഡെവലപ്പ് ചെയ്യും, എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ ഔട്ട്കം എന്താ? വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് റിയോ സമ്മിറ്റ്? ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇപ്പം നിങ്ങൾക്കൊരു ഓവർവ്യൂ തരുന്നു എന്നേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് 2 രീതിയിലാണ് ഇത് വർക്കൗട്ട് ചെയ്തത്. ചിലത് ബൈൻഡിങ് ആയിട്ടുള്ള ചില ഔട്ട്കംസ് ഉണ്ട്, ചിലത് ബൈൻഡിങ് അല്ലാത്ത ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ ആദ്യം ബൈൻഡിങ് അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബൈൻഡിങ് അല്ലാത്തത്. ഓക്കെ, ദീസ് തിങ്സ് ആർ വിച്ച് ഐ ഗോണ ടു സേ ഇറ്റ് ഇസ് നോട്ട് ബൈൻഡിങ്. ഓക്കെ, അപ്പോൾ ആദ്യം വന്ന ഒരു ഔട്ട്കം, ഈ ഒരു 3 ഔട്ട്കംസ് ദേ ആർ നോട്ട് ബൈൻഡിങ്. അതേസമയം ഇവിടെ നിങ്ങൾ കാണുന്ന 3 ഔട്ട്കംസ് ദേ ആർ ബൈൻഡിങ്. ഇപ്പം നോൺ ബൈൻഡിങ് ആയിട്ടുള്ള ഔട്ട്കംസ് നോക്കാം. നമുക്കൊരു റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതനുസരിച്ച് വി വിൽ ഹാവ് 27 പ്രിൻസിപ്പിൾസ് വിച്ച് ആർ ആക്സെപ്റ്റബിൾ ടു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി. കുറേ കാര്യങ്ങൾ വരും. എൻവയോൺമെൻറ്റും ഡെവലപ്മെൻറ്റും ഇൻ്റർലിങ്ക്ഡ് ആണെന്നുള്ള കാര്യം. കപ്പാസിറ്റി ബിൽഡിംഗ്, സദേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ നേഷൻസ്, സദേൺ ഗ്ലോബൽ നോർത്ത് ഉണ്ട്, ഇവർ കൂടുതൽ ഡെവലപ്ഡ് ആണ്. ഗ്ലോബൽ സൗത്ത് ഉണ്ട്.
ഇപ്പോൾ ഗ്ലോബൽ സൗത്തിൽ കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കണം. പിന്നെ പോവർട്ടി ഇറാഡിക്കേഷൻ വളരെ വലിയൊരു പ്രയോറിറ്റി ആണ്. അതുപോലെ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾസ് ഉണ്ട്, പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ ഉണ്ട്. പൊല്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം കൂടുതൽ പൊല്യൂട്ട് ചെയ്തെങ്കിൽ ആ പൊല്യൂഷൻ്റെ ഉള്ള കോസ്റ്റ്, ദൂഷ്യത്തിന് വരുന്ന കോസ്റ്റ് ആ രാജ്യം തന്നെ വഹിക്കണം. ഓക്കെ. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് സിവിൽ സൊസൈറ്റിയും ഗവൺമെൻറ്റും സയൻറ്റിസ്റ്റും എല്ലാം കോപ്പറേറ്റ് ചെയ്യണം. ഇതുപോലെ ഒരു 10-27 പ്രിൻസിപ്പിൾസാണ് നമുക്ക് നൽകുന്നത് റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതൊരു ഔട്ട്കം. Okay, but Rio Declaration is about 27 principles which is given to the international community. ഇനി ഒരു അജണ്ട 21 ഉണ്ട്. അജണ്ട 21 എന്താണ് സ്റ്റുഡൻസ്? ഇറ്റ് ഗീവ്സ് us a plan of action to achieve your sustainable development. ക്ലിയർ? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന 27 പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതുപോലെ പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. എംഫസിസ് ഓൺ വൾണറബിൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, എക്സ്പെഷ്യലി ട്രൈബൽസ്, വൾണറബിൾ കമ്മ്യൂണിറ്റീസ്, പ്രയോറിറ്റീസ് ഗിവൺ ടു ലീസ്റ്റ് ഡെവലപ്മെൻറ്റ് കൺട്രീസ്, പിന്നെ ഫുഡ് സെക്യൂരിറ്റി, ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓൾ ദീസ് തിങ്സ് ആർ മെൻഷൻഡ്. ക്ലിയർ? അപ്പോൾ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്കോളജി എൻവയോൺമെൻറ്റിൻ്റെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തു. ബേസിക് ക്രോണോളജി അബൌട്ട് ദ വേൾഡ് സ്റ്റഡീസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ പറ്റിയോ വേൾഡ് വലിയ ബോധേഡൊന്നും അല്ലായിരുന്നു. ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയോ എൻവയോൺമെൻറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പറ്റിയൊക്കെ ലോകം സംസാരിച്ച് തുടങ്ങിയിട്ട് ഒരു 50 തൊട്ട് 55 വർഷമേ ആയുള്ളൂ. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കോൺഫറൻസ് ആണെങ്കിലും ബയോഡൈവേഴ്സിറ്റിയുടെ കോൺഫറൻസ് ആണെങ്കിലും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ആയുസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 ഇയേഴ്സാണ് അല്ലെങ്കിൽ 55 ഇയേഴ്സാണ്. അത്രയും കാലമേ ആയിട്ടുള്ളൂ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ആദ്യം നിങ്ങളെ ഒരു ടൈം ലൈൻ കാണിച്ചിരുന്നു. അതിനകത്ത് ഞാൻ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ്. ഇറ്റ് ടോക്ഡ് അബൌട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ. അതുപോലെ തന്നെ അതിനു മുമ്പ് 1968 നമുക്കൊരു ക്ലബ് ഓഫ് റോം ഉണ്ടായിരുന്നു. അത് ലിമിറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഓക്കെ. ആ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ബാക്കി ഫ്യൂച്ചറിലുള്ള കോൺഫറൻസസിൻ്റെയൊക്കെ ഒരു കാര്യം വരുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു 87 ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിനെ തന്നെ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതും നമ്മുടെ കോമൺ ഫ്യൂച്ചറിൽ എന്തൊക്കെ ത്രെട്ടുകൾ ഫേസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്താണ് ആദ്യമായിട്ട് ഇവർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തതും അതിനെ പോപ്പുലറൈസ് ചെയ്തതും. പിന്നെ നമുക്കറിയാം IPCCയുടെ റിപ്പോർട്ട് വന്നു. IPCC ഞാൻ പറഞ്ഞു WMOയും UNEP കൂടെ ചേർന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. WMO ആൻഡ് UNEP ചേർന്ന് ക്രിയേറ്റ് ചെയ്തൊരു ബോഡിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ഒരു റിയാലിറ്റിയാണ്. എൻവയോൺമെൻറ്റൽ ട്രബിൾസ് ലോകത്തുണ്ടെന്ന് മനസ്സിലായ ആൾക്കാർക്ക്. അപ്പോൾ അവരൊരു കോൺഫറൻസ് വിളിച്ചു. ആ കോൺഫറൻസിൻ്റെ പേരാണ് UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് 1992. ഇതിനെയാണ് നമ്മൾ എർത്ത് സമ്മിറ്റ് എന്നും വിളിക്കുന്നത്. ഓക്കെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം റിയോ കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് 97 ന്യൂയോർക്കിൽ സമ്മിറ്റ് വിളിച്ചു. അപ്പോൾ റിയോ കഴിഞ്ഞ് ടോട്ടൽ 10 വർഷം കഴിഞ്ഞ് ജോഹന്നാസ്ബർഗിൽ 2002 സമ്മിറ്റ് വിളിച്ചു. പിന്നെ റിയോ കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് നമുക്ക് Rio+20 റിയോ ഡി ജനീറോയിൽ തന്നെ സംഭവിച്ചു. ഇപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ കുറേ ക്രോണോളജിക്കൽ ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺസ് നമ്മൾ നോക്കി. IUCN എന്നുണ്ടായി, WWF എന്നുണ്ടായി, അതുപോലെ തന്നെ റേച്ചൽ ഗാർസൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ബുക്ക് നമ്മൾ നോക്കി. സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ്, ഇത് 1972 നടന്നതാണ്. ഓക്കെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതിനുശേഷം 1973 കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചർ സ്പീറ്റീസ് സൈറ്റ്സ് വന്നു. 85 വിയന കൺവെൻഷൻ, 87 മോൺട്രിയൽ കൺവെൻഷൻ, 1987 ബ്രുട്ട്ലാൻഡ് റിപ്പോർട്ടിലാണ് ആദ്യമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള പേര് വരുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഓർക്കുക. ഓക്കെ. ഇവിടെ ഈ ഒരു സംഭവം നിങ്ങളൊന്ന് കട്ട് ഡൗൺ ചെയ്തേക്കുക. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിൻ്റെ ശരിക്കുള്ള പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ്. ഓക്കെ. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിയോ സമ്മിറ്റ് 1992. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എർത്ത് സമ്മിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. എർത്ത് സമ്മിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്താ? റിയോ സമ്മിറ്റ് 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഈ സമ്മിറ്റിൻ്റെ ഒഫീഷ്യൽ നെയിം എന്താ? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. 1992 റിയോ സമ്മിറ്റിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഇങ്ങനെ ഒരു സമ്മിറ്റ് വരാനുള്ള കാരണം എന്താ? ഒന്ന്, ബ്രട്ട്ലാൻഡ് കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ആ റിപ്പോർട്ടിൻ്റെ പേരെന്താണ് സ്റ്റുഡൻസ്? വാട്ട് ഇസ് ദ റിപ്പോർട്ട്സ് നെയിം? അവർ കോമൺ ഫ്യൂച്ചർ. ഈ റിപ്പോർട്ടും അതുകൂടാതെ IPCC എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്തു.
WMOയും UNEPയും ചേർന്ന് ഇവരുടെ അസസ്മെൻറ്റ് റിപ്പോർട്ട് 1 വന്നപ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് റിയാലിറ്റിയാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലോകത്തുണ്ടെന്നുള്ളത് ഒരു ക്ലിയറായ കാര്യമായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലാണ് പിന്നീട് എന്തുണ്ടായത്, നമ്മുടെ റിയോ സമ്മിറ്റ് ഉണ്ടായത്, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ബ്രട്ട്ലാൻഡ് റിപ്പോർട്ടിൽ അവർ പറഞ്ഞിട്ടുണ്ട് കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെയും ഡെവലപ്മെൻറ്റിനെയും നമുക്ക് രണ്ടായിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒത്തിരി അധികം ഗ്രീൻ ഹൗസ് ഗ്യാസിനെ വിട്ട് പൊല്യൂഷൻ ഉണ്ടാക്കി നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ റിയോ സമ്മിറ്റിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്തായിരുന്നു? ഹൗ ടു ഗോ അഹെഡ് വിത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഹൗ വിൽ വി അച്ചീവ് ഡെവലപ്മെൻറ്റ് വിച്ച് ഇസ് ഓൾസോ സസ്റ്റൈനബിൾ. ഇനി ഇതിൻ്റെ ഔട്ട്കം നോക്കണം. റിയോ സമ്മിറ്റിൻ്റെ ഔട്ട്കം നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, നോൺ ബൈൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഔട്ട്കംസ് ഉണ്ട്. നോൺ ബൈൻഡിങ് ആയിട്ടുള്ള 3 ഔട്ട്കംസ് ഉണ്ട്, 1, 2 and 3. അതുപോലെ ലീഗലി ബൈൻഡിങ് ആയ ചില കൺവെൻഷൻസ് ഉണ്ട്. ഓക്കെ, അത് 3 ഉണ്ട്, 3 in number. ഓക്കെ, അപ്പോൾ ആദ്യം നോൺ ബൈൻഡിങ് ആയിട്ടുള്ള ഔട്ട്കമ്മുകൾ നോക്കാം. ഒന്ന്, വി ഹാഡ് എ റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഒരു നോൺ ബൈൻഡിങ് ഔട്ട്കം? റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതെന്താണ്? 27 പ്രിൻസിപ്പിളാണ്, 27 പ്രിൻസിപ്പിൾസ് വിച്ച് ആർ acceptable to your international community. They have accepted these 27 principles. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വിശ്വാസമാണ് എൻവയോൺമെൻറ്റും ഡെവലപ്മെൻറ്റും ദേ കാൺ ബി സെപ്പറേറ്റഡ്, ദേ ആർ ഇൻ്റർലിങ്ക്ഡ്. 2, ഇറ്റ് വിൽ ഫോക്കസ് ഓൺ, ഈ 27 പ്രിൻസിപ്പിൾസ് ചിലതാണ് പറയുന്നത് കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് സൗത്ത് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ നോർത്തും ഉണ്ട്, ഗ്ലോബൽ സൗത്തും ഉണ്ട്. സൗത്തിലുള്ള രാജ്യങ്ങൾക്കാണ് കുറച്ച് വീക്ക്നെസ് ഉള്ളത്. അപ്പോൾ ദിസ് അജണ്ട അല്ലെങ്കിൽ ദിസ് ഡിക്ലറേഷൻ, റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ഗ്ലോബൽ സൗത്ത്. പിന്നെ വേറൊരു പ്രയോറിറ്റി ഏരിയ എന്താണ്? പോവർട്ടി ഇറാഡിക്കേഷൻ. പിന്നെ ഇറ്റ് വിൽ ഓൾസോ സ്പീക്ക് അബൌട്ട് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ആൻഡ് പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഡെവലപ്ഡ് രാജ്യങ്ങളൊക്കെ ഒത്തിരി അധികം പൊല്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഉത്തരവാദിത്തം വേണ്ടേ? സോ ദിസ് ഇസ് ദ പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ. അപ്പോൾ ഞാൻ നോൺ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഔട്ട്കം പഠിപ്പിച്ചിട്ടുണ്ട്, റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിനകത്ത് വരുന്ന 27 പ്രിൻസിപ്പിൾസിനെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുണ്ട്? അജണ്ട 21. ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. എന്ത് ചെയ്താൽ പറ്റും? ഓക്കെ, ഇങ്ങനെ സസ്റ്റൈനബിളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ. അപ്പം അജണ്ട 21 വരുന്ന കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് കീ ഏരിയാസ് ഞാൻ പറയാം. വി ആർ തിങ്കിങ് ഓഫ് ഹൗ ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതിനകത്ത് സിവിൽ സൊസൈറ്റിയുടെയും ഗവൺമെൻറ്റിൻ്റെയും സയൻറ്റിസ്റ്റുകളുടെയും എല്ലാം കോപ്പറേഷൻ കാണും. നമ്മൾ എക്സ്പെഷ്യലി വൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസിനെ എംപവർ ചെയ്യാൻ നോക്കും. പിന്നെ ട്രൈബൽസിനെയും വൾണറബിൾ കമ്മ്യൂണിറ്റീസിനെയും ഫോക്കസ് ചെയ്യും. ആൻഡ് വി വിൽ ഫോക്കസ് ഓൺ LDCs. എന്താ? ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. ഓക്കെ, ഇവരൊക്കെ എന്താണ് ആവശ്യം? ദേ ഓൾസോ നീഡ് ഫുഡ് സെക്യൂരിറ്റി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അജണ്ട 21 പറയുന്നത്. ഇനി നമുക്കൊരു ഫോറസ്റ്റിനെ പറ്റി സംസാരിക്കുന്ന, ഫോറസ്റ്റിൻ്റെ കൺസർവേഷനെ പറ്റി സംസാരിക്കുന്ന ഒരു ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പം റിയോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ദർ ആർ ലീഗലി ബൈൻഡിങ് ഔട്ട്കംസ് ആൻഡ് ദർ ആർ നോൺ ലീഗലി ബൈൻഡിങ് ഔട്ട്കംസ്. നോൺ ലീഗലി ബൈൻഡിങ് ഔട്ട്കംസ് 3 എണ്ണമാണ്: റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അജണ്ട 21 ആൻഡ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ്. ഇനി നമുക്ക് ലീഗലി ബൈൻഡിങ് പ്രിൻസിപ്പിൾസിലേക്ക് പോവാം. ഓക്കെ, അല്ലെങ്കിൽ കൺവെൻഷൻസിലേക്ക് പോവാം. ഓക്കെ, കൺവെൻഷൻ ആൻഡ് ലീഗലി ബൈൻഡിങ് ഫ്രെയിംവർക്ക് 3 എണ്ണം ആണുള്ളത്. ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇതാണ് UNFCCC. ഇത് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറയുന്നു കൺവെൻഷൻ. ഇത് ലീഗലി ബൈൻഡിങ് ആണ്. ഇനി അടുത്തത് കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ CBD. ഇത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനെ പറ്റിയാണ്. ഇനി മൂന്നാമത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ, UNCCD. ഓക്കെ, ഡെസർട്ടിഫിക്കേഷനെതിരെ പ്രവർത്തിക്കുന്ന കൺവെൻഷനാണ്. അപ്പോൾ ഈ 3 എണ്ണവും ബൈൻഡിങ് ആണ്. ക്ലിയർ? ഇനി ഇതിൻ്റെ കൂടെ ഒരു എൻവയോൺമെൻറ്റൽ ഫണ്ടും അല്ലെങ്കിൽ ഒരു ഫണ്ടിങ് മെക്കാനിസം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഫെസിലിറ്റി. ഇറ്റ് വിൽ ടേക്ക് ഫിനാൻഷ്യൽ ആക്ഷൻ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഏകദേശം റിയോ സമ്മിറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാം ഫോർ മോർ ക്ലാരിറ്റി. ക്ലിയർ? അപ്പം ആദ്യം നമുക്ക് നോൺ ബൈൻഡിങ് ആയിട്ടുള്ള 3 എണ്ണം. ഒന്നെന്താണ്? റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് എസ്റ്റാബ്ലിഷസ് പ്രിൻസിപ്പിൾ ഫോർ ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ കോർപ്പറേഷൻ. ഏകദേശം 27 പ്രിൻസിപ്പിൾ ഉണ്ട്, ഇൻക്ലൂഡിങ്
പ്രിൻസിപ്പിൾ 7 ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ പ്രിൻസിപ്പിളാണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. ഇത് നമ്മൾ പാരീസ് എഗ്രിമെൻ്റ് ഒക്കെ പഠിക്കുമ്പോൾ പറയും CBDR. എന്താണ് ഈ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി? ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും റെസ്പോൺസിബിളാണ്, ആർക്കും കൈ കഴുകാൻ പറ്റില്ല. സോ ദിസ് ഇസ് ദ മീനിങ് ഓഫ് കോമൺ. ബട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. എന്താണ് ഈ ഡിഫറൻഷിയേറ്റഡ്? എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്വം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്കിവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ ഡെവലപ്ഡ് രാജ്യങ്ങളൊക്കെ ഓൾറെഡി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടത്തി ഒത്തിരിയധികം GFCs ഒക്കെ പുറത്തു വിട്ടു, ഒത്തിരിയധികം പ്രശ്നമൊക്കെ ഉണ്ടാക്കി, ക്ലൈമറ്റ് ഓൾറെഡി ഒത്തിരിയധികം നശിപ്പിച്ചു. എന്നിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ ദേ ആർ ഓൾറെഡി ഡെവലപ്ഡ്. നമുക്കിനി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുറച്ചധികം എന്ത് ചെയ്യേണ്ടി വരും? പൊല്യൂഷനൊക്കെ ചെയ്യേണ്ടി വരും, എന്നാലേ നമ്മൾ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഈ ഇത്രയും നാളുണ്ടായ ക്ലൈമറ്റിലെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദികൾ ഈ പറയുന്ന ഡെവലപ്ഡ് രാജ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അവരുള്ള ക്ലൈമറ്റ് എല്ലാം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ മൊത്തം നശിപ്പിച്ചു, അവർ ഡെവലപ്പായി കഴിഞ്ഞു. എന്നിട്ട് നമ്മളോട് വന്ന് പറയുകയാണ് ഇനി നിങ്ങൾ ആരും പൊല്യൂട്ട് ചെയ്യരുത്, അപ്പം നമുക്ക് ഡെവലപ്പ് ചെയ്യണ്ടേ. സോ ദർ ഷുഡ് ബി എ ബാലൻസ്. അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഇത്രയും നാൾ ക്യൂമുലേറ്റീവ് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എർത്തിന് ദോഷമുണ്ടാക്കിയവർ കൂടുതൽ പേ ചെയ്യണം. അവർ ഈ പറയുന്ന ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ടെക്നോളജി കൊടുക്കണം, ഫണ്ടിങ് കൊടുക്കണം. അല്ലാതെ നമ്മൾ ഒട്ടും പൊല്യൂട്ട് ചെയ്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഹൗ വിൽ വി ഗ്രോ? ഇതാണ് ഈ ഡെവലപ്മെൻറ്റ് ആൻഡ് അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഡിലേമ, അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് എൻവയോൺമെൻറ്റ് ഡിലേമ എന്ന് പറയുന്നതിനകത്ത്. ഗ്രോ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ പൊല്യൂഷൻ ചെയ്യേണ്ടി വരും. പൊല്യൂഷൻ ചെയ്താൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും, നമുക്ക് തന്നെ പ്രശ്നം വരും. അപ്പോൾ ഇതിന് കൂടുതൽ ഉത്തരവാദികൾ ഈ പറയുന്ന ഗ്ലോബൽ നോർത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഡെവലപ്ഡ് രാജ്യങ്ങളായതുകൊണ്ട് അവരിതിനകത്ത് കുറച്ചുകൂടെ എക്സ്ട്രാ ഫണ്ടിങ് തരണം. ഈ ഇന്ത്യയെ പോലെയുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളും ലീസ്റ്റ് ഡെവലപ്മെൻറ്റ് ആയിട്ട് ഉള്ള രാജ്യങ്ങൾക്കൊക്കെ അവർ എയ്ഡ് തരണം, ടെക്നോളജി ട്രാൻസ്ഫർ തരണം. അല്ലാതെ നമ്മളോട് മൊത്തം പൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ വിൽ വി ഗ്രോ? അപ്പോൾ ഇതാണ് CBDR. പിന്നെ പ്രിൻസിപ്പിൾ 15 പ്രിക്കോഷണറി അപ്രോച്ചിനെ പറ്റി പറയുന്നു. ദിസ് ഐ വിൽ ടീച്ച് യു ലേറ്റർ. അപ്പോൾ ഇത് നോൺ ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ അജണ്ട 21 ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇത് ആക്ഷൻ പ്ലാനാണ്, മറ്റേത് പ്രിൻസിപ്പിളാണ്. അപ്പോൾ അജണ്ട 21 ഇറ്റ് ഈസ് ഫോക്കസിങ് ഓൺ പോവർട്ടി എലിവേഷൻ, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് അർബൻ പ്ലാനിങ്. കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ്, they are actually non-legally binding principles which is used for sustainable forest management. Okay, recognize sovereign rights of forest reserve while promoting conservation. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നിങ്ങൾ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നതാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു റിയോ സമ്മിറ്റിന് ബൈൻഡിങ് ആയ ഔട്ട്കംസും ഉണ്ട്, നോൺ ബൈൻഡിങ് ആയ ഔട്ട്കംസും ഉണ്ട്. നോൺ ബൈൻഡിങ് ആയിട്ടുള്ള ചില ഔട്ട്കംസ് ആണ് നമ്മൾ ഈ പഠിച്ച റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റും അജണ്ട 21 ഫോറസ്റ്റ് പ്രിൻസിപ്പിളും. ഇതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് നമുക്ക് എന്താണ്? ബൈൻഡിങ് ആയിട്ടുള്ള കൺവെൻഷൻസ് അല്ലെങ്കിൽ ഔട്ട്കംസ് ആണ്. ബൈൻഡിങ് ആയി 3 എണ്ണം ഉള്ളത്. ഒന്ന് UNFCCC, UNFCCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിൻ്റെ ഉദ്ദേശം എന്താ? ഇറ്റ് ട്രൈസ് ടു അഡ്രസ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, GHGസിനെ റിഡ്യൂസ് ചെയ്യുക, ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ തടയുക. ഓക്കെ, ഇതിൻ്റെ കീ പ്രൊവിഷൻസ് നോക്കിയാൽ ദിസ് ലെഡ് ടു ക്യോട്ടോ പ്രോട്ടോകോൾ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യോട്ടോ പ്രോട്ടോകോളാണ്. ആൻഡ് ഓൾസോ ദ പാരീസ് എഗ്രിമെൻറ്റ് ഓഫ് 2015. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് CBDR, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓർത്തിരിക്കുക. ഓക്കെ, CBDR ഇൻട്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ പിന്നെയും പഠിക്കും. അപ്പം ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി അതിൻ്റെ എതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വി ഹാവ് UNFCCC. ഇനി ബയോഡൈവേഴ്സിറ്റി, ജനിതക വൈവിധ്യം, ഇതിന് സപ്പോർട്ട് ചെയ്യാൻ ഏതാണ് കൺവെൻഷൻ? CBD അല്ലെങ്കിൽ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ്. ഇതിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ പ്രോട്ടോക്കോളുകളുണ്ട്, ഞാൻ പഠിപ്പിക്കാം. കാർട്ടജീന പ്രോട്ടോക്കോൾ ഓൺ ബയോസേഫ്റ്റി 2000, പിന്നെ നഗോയ പ്രോട്ടോക്കോൾ 2010. ഇറ്റ് ഡീൽസ് വിത്ത് ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിങ്. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. പിന്നെ അടുത്തത്, അപ്പം ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി ഒരു കൺവെൻഷൻ ഉണ്ട്, ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടി വേറെ കൺവെൻഷൻ ഉണ്ട്. ഇനിയും ഡെസേർട്ടിഫിക്കേഷൻ്റെ എതിരെയും ഒരു കൺവെൻഷനുണ്ട്, UNCCD, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാക്ട് ഡെസർട്ടിഫിക്കേഷൻ. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? ടു പ്രിവെൻറ്റ് ലാൻഡ് ഡിഗ്രഡേഷൻ ആൻഡ് ഡെസർട്ടിഫിക്കേഷൻ, എസ്പെഷ്യലി ഇൻ ആഫ്രിക്ക. സ്ഥലങ്ങൾ മരുഭൂമിയായിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ തടയിടണം. ഓക്കെ, കീ പ്രൊവിഷൻസ് എന്താ? ഇറ്റ് ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ ലാൻഡ് മാനേജ്മെൻറ്റ് ആൻഡ് ലാൻഡ് ഡിഗ്രഡേഷൻ ന്യൂട്രാലിറ്റി, LDN ഗോൾസ്. ഇതാണ് നമ്മുടെ UNCCDയുടെ ഗോളുകൾ.
ഇപ്പോൾ റിയോ സമ്മിറ്റ് ഓർത്തിരിക്കുക, റിയോ സമ്മിറ്റിൽ ടോട്ടൽ 6 ഔട്ട്കം ഉണ്ട്. 3 നോൺ ബൈൻഡിങ്ങും 3 ബൈൻഡിങ്ങുമാണ്. നമുക്ക് ബൈൻഡിങ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് കാണാം. ഓക്കെ, അപ്പം ഈ എർത്ത് സമ്മിറ്റിൽ വന്നതാണ് UNFCCC ക്ലൈമറ്റ് റിലേറ്റഡ്. ഇതിന് പിന്നെ ക്യോട്ടോ പ്രോട്ടോക്കോളും കോപ്പൻഹേഗൻ അക്കോർഡും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ക്രോണോളജിയാണ് പഠിക്കാൻ പോകുന്നത്. ബയോഡൈവേഴ്സിറ്റിക്ക് നമുക്ക് കാർട്ടജീന പ്രോട്ടോക്കോൾ ഉണ്ട്, നഗോയ പ്രോട്ടോക്കോൾ ഉണ്ട്, പിന്നെ ഐച്ചി ടാർഗറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് നമുക്ക് എന്താണുള്ളത്? വി ഹാവ് കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി. അതിനകത്ത് പിന്നെ നമ്മൾ അജണ്ട 21 പിന്നീട് റിയോ 20 ഒക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ വിൽ ജോട്ട് ഇറ്റ് ഡൗൺ വൺ മോർ ടൈം. അപ്പോൾ നമ്മൾ നോക്കിയാൽ 1 സെക്കൻഡ്, ലെറ്റ് മീ ചേഞ്ച് ദ കളേഴ്സ്. അപ്പോൾ നമ്മൾ 1992 എടുത്തു കഴിഞ്ഞാൽ, ഇഫ് യു ടേക്ക് 1992, നമുക്ക് എന്തുണ്ട്? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതിനെ തന്നെ നമ്മൾ എന്ത് വിളിക്കും? എർത്ത് സമ്മിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇതിന് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് 3 നോൺ ബൈൻഡിങ് ഔട്ട്കംസ്. എന്തൊക്കെയാണ് സ്റ്റുഡൻസ്? റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇത് ഒന്നാമത്തെ നോൺ ബൈൻഡിങ് ഔട്ട്കം. പിന്നെ നമുക്കൊരു അജണ്ട 21 ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസും ഉണ്ട്. ഇത് 3 നോൺ ബൈൻഡിങ്. അതുപോലെ തന്നെ ബൈൻഡിങ് ആയ, ലീഗലി ബൈൻഡിങ് ആയ ചില കൺവെൻഷൻ ഉണ്ട്. ഈ കൺവെൻഷൻ എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ UNFCCC, ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷന് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി UNCBD, അതുപോലെ ഡെസർട്ടിഫിക്കേഷനെതിരെ UNCCD. ഇത് ഓർക്കുക. പിന്നെ ഇതിനകത്ത് ഈ സമയത്ത് തന്നെ വന്ന ഒരു കാര്യമാണ് ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഫെസിലിറ്റി. ഈ GF എന്താണെന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. ക്ലിയർ? അപ്പം നിങ്ങൾക്ക് ഈ 1992 കോൺഫറൻസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ക്ലിയർ? അപ്പം നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ലീ ബൈൻഡിങ് കോൺഫറൻസസ് ഉണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് പഠിക്കും. ഇപ്പോൾ ആദ്യം നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിൻ്റെ ബാക്കി നമ്മൾ പഠിക്കും. കാരണം ഇതിൻ്റെ പല പല കാര്യങ്ങൾ പിന്നെ നടക്കും. UNFCCC അവിടെ നടന്നു വിട്ടു, അങ്ങനല്ല. ദിസ് ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ. അപ്പോൾ ഈ ഏത് കൺവെൻഷൻ ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കൂടുകയും മീറ്റിംഗ് നടത്തുകയൊക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കാണ് നമ്മൾ COP എന്ന് പറയുന്നത്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അപ്പോൾ UNFCCCയിൽ റിലേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഒരു സ്ഥലത്തിരിക്കും, അവരിതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും, റിപ്പോർട്ട്സ് ഇറക്കും, ഇനി ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ COP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടും, അവരെയും COP എന്ന് തന്നെ വിളിക്കുന്നത്. അതുപോലെ ഡെസർട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് അവരും കൂടും, അവരെയും COP ആണ് വിളിക്കുന്നത്. COP എന്നാണ് ഈ കൂടുന്ന മീറ്റിങ്ങിനെ വിളിക്കുന്നത്, ആ ഗ്രൂപ്പിനെ വിളിക്കുന്നത്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അപ്പോൾ UNFCCC ഇതിൻ്റെ ഫ്യൂച്ചറാണ് ഇനി അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ കോൺഫറൻസുകൾ ഏതൊക്കെയാണ്. സോ ഫസ്റ്റ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടിന്യൂഷൻ പഠിക്കും. അത് കഴിഞ്ഞ് ഡെസർട്ടിഫിക്കേഷൻ പഠിക്കും. ഓക്കെ, അപ്പോൾ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓൾറെഡി ഈ എൻവയോൺമെൻറ്റും ക്ലൈമറ്റ് ചേഞ്ചും റിലേറ്റഡ് ആയിട്ടുള്ള ക്രോണോളജി മൊത്തം നമ്മൾ നോക്കി. ഓക്കെ, 1972 സ്റ്റോക്ക്ഹോം കൺവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിന് മുമ്പുള്ള ക്ലബ് ഓഫ് റോമിൻ്റെ റിപ്പോർട്ട് സഹിതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോണോളജി നമ്മൾ നോക്കി. ഈ ക്രോണോളജി എല്ലാം ഞാൻ നിങ്ങളെ ഓൾറെഡി പഠിപ്പിച്ചതാണ്. നമ്മൾ അവസാനമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് റിയോ സമ്മിറ്റാണ്. റിയോ സമ്മിറ്റിൽ തന്നെ കുറച്ച് നോൺ ബൈൻഡിങ് ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ട്, ബൈൻഡിങ് ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ട്. ഇത് നോൺ ബൈൻഡിങ് ഔട്ട്കംസ്, ദീസ് ആർ ദ ബൈൻഡിങ് ഔട്ട്കംസ്. ഈ ബൈൻഡിങ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 3 കൺവെൻഷനുകളാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് UNFCCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇത് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആണ്. അടുത്തത് കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ഇത് ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ട്. പിന്നെ ഒരെണ്ണം ഡെസർട്ടിഫിക്കേഷന് റിലേറ്റഡ് ആയിട്ട്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബയോഡൈവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ചും പഠിക്കുന്നുണ്ട്. ഓൾറെഡി ബയോഡൈവേഴ്സിറ്റിയിലെ സ്പീഷീസ് മൊത്തം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ക്ലൈമറ്റ് പഠിക്കുമ്പോൾ ഈ UNFCCCയുടെ കണ്ടിന്യൂവേഷൻ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ UNFCCC ആ കോൺഫറൻസ്
നടന്നു. ഇറ്റ് കെയിം ഇൻ ടു ബീങ് ഇൻ 92. പക്ഷേ അത് കഴിഞ്ഞ് അതിൻ്റെ മീറ്റിങ്ങുകൾ കുറേ നടക്കുകയാണ്. അതിനകത്ത് ബന്ധപ്പെട്ടവരെല്ലാം മീറ്റ് ചെയ്യുകയാണ്. ഇതിനെയാണ് നമ്മൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ UNFCCCയുടെ കണ്ടിന്യൂഷൻ നമ്മൾ ട്രേസ് ചെയ്യാൻ പോവുകയാണ് ഈ ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. പിന്നെ എക്സ്ട്രാ UNFCCC ആയിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു ഇവൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഐ വിൽ ടീച്ച് യു ദാറ്റ്. ഓക്കെ, അതുപോലെ തന്നെ പാരലലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഇത് കഴിഞ്ഞിട്ടുള്ള COPകൾ ഏതൊക്കെയാണ്, അങ്ങനെ നമ്മൾ പഠിക്കും. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ബയോഡൈവേഴ്സിറ്റിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പഠിക്കും. UNCCയുടെ കാര്യവും സിമിലർ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ UNFCCC ആണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞു UNFCCC യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ടൈം ലൈൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ദിസ് വാസ് ദ ഫസ്റ്റ് മൾട്ടിലാറ്ററൽ ലീഗൽ ഇൻസ്ട്രുമെൻറ്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1994. ഓക്കെ, കാരണം രാജ്യങ്ങൾ റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണിത് വന്നത്. ഇത് ആദ്യമായിട്ട് ഇതിൻ്റെ പേര് വന്നത് എവിടെയാണ്, കൺവെൻഷൻ വന്നത് എവിടെയാണ്, 1992 റിയോ സമ്മിറ്റിൽ അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റിലാണ് ഇത് വന്നത്. പക്ഷേ ഇത് എൻഫോഴ്സ്ഡ് ആയത്, അതായത് ഇതിൻ്റെ പാർട്ടീസ് എല്ലാം ഇത് റാറ്റിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് എൻഫോഴ്സ്ഡ് ആവുന്നത്. അപ്പോൾ ഇത് ആദ്യം വന്നത് 92, എൻഫോഴ്സ്ഡ് ആവുന്നത് 94. അൾട്ടിമേറ്റ് എയിം എന്താണ്, ടു പ്രിവെൻറ്റ് ഡേഞ്ചറസ് ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് വിത്ത് ക്ലൈമറ്റ് സിസ്റ്റം ആൻഡ് ട്രൈയിങ് ടു സ്റ്റെബിലൈസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഈ പ്രശ്നം എല്ലാം ഉണ്ടാവാൻ കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. അതിനെ ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇറ്റ് സെറ്റ്സ് നോൺ ബൈൻഡിങ് ലിമിറ്റ്സ് ഓൺ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഫോർ ഇൻഡിവിജ്വൽ കൺട്രീസ് ആൻഡ് കണ്ടെയ്ൻ നോ എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം. അപ്പോൾ ഇതിനകത്ത് ലീഗലായിട്ടുള്ള ഒരു ബൈൻഡിങ് നേച്ചർ ഇല്ല. അതായത് ഈ രാജ്യം ഇത് ചെയ്തില്ലെങ്കിൽ പണിഷ്മെൻറ്റ് വരുമെന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ഫ്രെയിംവർക്കിൻ്റെ ജനറൽ വേർഡിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പിന്നെ ചില പ്രോട്ടോക്കോൾ വരുമ്പോൾ, ചില COP വരുമ്പോൾ ഇതിനകത്ത് ചെറിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇതിൻ്റെ ബ്രോഡർ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി പാർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ 197 മെമ്പേഴ്സ് ഉണ്ട്. എല്ലാ UN മെമ്പേഴ്സും ഇതിൻ്റെ പാർട്ടാണ്. പിന്നെ പലസ്തീൻ ഇതിൻ്റെ ഒബ്സർവർ സ്റ്റേറ്റ് ആണ്. ന്യൂ ആൻഡ് കുക്ക് ഐലൻഡ് ദേ ആർ നോൺ മെമ്പർ സ്റ്റേറ്റ്. പിന്നെ യൂറോപ്യൻ യൂണിയനും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയിരിക്കുക. ന്യൂ കുക്ക് ഐലൻഡും നോൺ മെമ്പറാണ്. യൂറോപ്യൻ നേഷൻ ഉണ്ട്. പലസ്തീൻ ഒരു ഒബ്സർവർ സ്റ്റേറ്റസ് ആണ്. ഇനി ഇതിന് പാർട്ടീസിനെ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളും ഉണ്ടല്ലോ ഈ UNFCCC സൈൻ ചെയ്ത് റാറ്റിഫൈ ചെയ്തിട്ട്. അപ്പോൾ ആദ്യമുള്ളത് അനെക്സ് 1 പാർട്ടികളാണ്. ഈ അനെക്സ് 1 പാർട്ടികൾ ആരാ, ദേ ആർ ഇൻഡസ്ട്രിയലൈസ്ഡ് OECD കൺട്രീസ്. ഓക്കെ, OECD നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, ദാറ്റ് ആർ എക്കണോമീസ് ഇൻ ട്രാൻസിഷൻ EIT, പിന്നെ EU യൂറോപ്യൻ യൂണിയൻ, ഇവരെല്ലാം അനെക്സ് 1. അനെക്സ് 1 ആരൊക്കെയാണ്, ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കുറച്ചൊക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ള OECD കൺട്രീസ്, ഇക്കണോമീസ് ഇൻ ട്രാൻസിഷൻ, പിന്നെ EUവിനെ പോലുള്ള ഒരു ഗ്രൂപ്പിംഗ്. അനെക്സ് 2 എന്താണ്, OECD മെമ്പേഴ്സ് ഓഫ് അനെക്സ് 1 ബട്ട് നോ EIT. ഓക്കെ, OECD മെമ്പേഴ്സ് ആണ്, പക്ഷേ അവരെന്തല്ല, ഇക്കണോമീസ് ഇൻ ട്രാൻസിഷൻ അല്ല. അപ്പോൾ OECD മെമ്പർ ആണ്, പക്ഷേ ഇക്കണോമീസ് ഇൻ ട്രാൻസിഷൻ അല്ല. ഇവരെ നമ്മൾ എന്ത് ചെയ്യും, അനെക്സ് 2 പാർട്ടിയായിട്ട് കണക്കാക്കും. ഇതൊക്കെ വരാൻ കേട്ടോ പ്രിലിംസിൽ. ഓക്കെ, പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു EITs ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഫോർ മിറ്റിഗേറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഇതാണ് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നോൺ അനെക്സ് 1 പാർട്ടീസ് ഉണ്ട്. മോസ്റ്റ്ലി ഡെവലപ്പിംഗ് ആയ രാജ്യങ്ങളും ലീസ്റ്റ് ഡെവലപ്പായ രാജ്യങ്ങളും. അപ്പോൾ അനെക്സ് 1ഉം അനെക്സ് 2 ആണ് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ അവസ്ഥയിലുള്ളവർ. അവരെന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു ദിസ് എക്കണോമീസ് ഇൻ ട്രാൻസിഷൻ. ഓക്കെ, ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഫോർ മിറ്റിഗേറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ഇനിയും ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ UNFCCCയുടെ, ദ റെക്കഗ്നീഷൻ ഓഫ് പ്രോബ്ലം, ക്ലൈമറ്റ് ചേഞ്ച് ഒരു പ്രശ്നമാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നു. സെറ്റിംഗ് ടാർഗറ്റ് ഫോർ ഗ്രീൻ ഹൗസ് ഗ്യാസ് റെഡ്യൂസ് ചെയ്യാനുള്ള ടാർഗറ്റ് വരുന്നു. കൂടുതൽ ഉത്തരവാദിത്തം ഡെവലപ്ഡ് രാജ്യങ്ങൾക്കാണ്. പിന്നെ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യണം, കാരണം ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നുള്ള പ്രശ്നം കൂടുതലുണ്ടാക്കിയത് ഈ ഡെവലപ്ഡ് വേൾഡ് ആണ്. അപ്പോൾ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് അവർ ഫണ്ടിങ്ങും ടെക്നോളജിയൊക്കെ കൊടുക്കണം. ഓക്കെ, പിന്നെ റെഗുലറായിട്ട് ഓരോ രാജ്യവും ചെയ്യുന്നതിൻ്റെ റിപ്പോർട്ട് വേണം. ഓക്കെ, ദാറ്റ് ഈസ് കീപ്പ് എ ടാപ്പ് ഓഫ് ദ പ്രോബ്ലം. ക്ലിയർ? ഇനി ആദ്യത്തെ COP നടന്നത്, അതായത് UNFCCC റാറ്റിഫൈ ചെയ്ത് സൈൻ ചെയ്തവരൊക്കെ ആദ്യം കൂടിയത് ബെർലിനാണ്. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഫസ്റ്റ് COP എവിടെയാണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് ക്യോട്ടോ പ്രോട്ടോക്കോളാണ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് വാസ് ആൻ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ഇറ്റ് വാസ് നെഗോസിയേറ്റഡ് അണ്ടർ UNFCCC. നമുക്കറിയാം
എവിടെയാണ് ഈ മീറ്റിംഗ് നടന്നത്? ക്യോട്ടോ. അതുകൊണ്ടാണ് ഇതിന് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് വരുന്നത്. അപ്പോൾ ഈ പ്രോട്ടോകോൾ വന്നത് COP3 COP3 എവിടെ നെഗോഷിയേറ്റഡ് ആയത് അല്ലെങ്കിൽ ഹെൽഡ് ആയത്? ക്യോട്ടോയിലാണ്, ജപ്പാൻ, ഇൻ 1997. 97 ഈ മീറ്റിംഗ് നടന്നത്. പക്ഷേ ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005. ഇതാണ് പ്രശ്നം. 97 തീരുമാനം എടുത്തു, പക്ഷേ എല്ലാ രാജ്യങ്ങളും അത് റാറ്റിഫൈ ചെയ്ത് വന്നപ്പോൾ 2005. ഓക്കെ, ഫസ്റ്റ് ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ പ്രത്യേകത ഓർത്തോണം. ഫസ്റ്റ് ലീഗലി ബൈൻഡിങ് ക്ലൈമറ്റ് ട്രീറ്റി ടാർഗറ്റിംഗ് ഇൻഡസ്ട്രിയൽ നേഷൻസ് ടു റെഡ്യൂസ് GHG എമിഷൻസ്. അപ്പോൾ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽ നേഷനെ ലീഗലി ബൈൻഡിങ് ആയ ഒരു ട്രീറ്റിയിൽ നമ്മൾ ഇടാൻ ശ്രമിക്കുകയാണ്. ദേ ഹാവ് ടു റെഡ്യൂസ് ദെയർ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. പണ്ട് ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്, ഏതൊക്കെ ഗ്യാസുകളെയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ വഴി കുറയ്ക്കാൻ ശ്രമിച്ചത്? കാർബൺ ഡയോക്സൈഡ്, മീത്തേൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് HFCs അല്ലെങ്കിൽ പെർഫ്ലൂറോ കാർബൺസ് PFCs ആൻഡ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. ഈ 6 ഗ്യാസുകൾ ഞാൻ ഒന്നുകൂടെ പറയാം. കാർബൺ ഡയോക്സൈഡ്, മീത്തേൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, പെർഫ്ലൂറോ കാർബൺസ് ആൻഡ് ഹെക്സാഫ്ലൂറൈഡ്. ഇതൊന്നും നോക്കി വെച്ചേക്ക്, പണ്ടൊക്കെ ചോദ്യങ്ങൾ വരുമായിരുന്നു. അപ്പോൾ എന്തായാലും 97 ഇത് നടന്നു. 2005 ഇത് എല്ലാവരും റാറ്റിഫൈ ചെയ്തു. നമ്മൾ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് വെച്ചത് 2008 തൊട്ട് 2012 വരെയാണ്, 2008 to 2012. ഈ സമയത്ത് ഈ ടാർഗറ്റുകൾ രാജ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കണം. ഓക്കെ, രണ്ടാമത്തെ കമ്മിറ്റ്മെൻറ്റ് പീരീഡ് തുടങ്ങിയത് 1 January 2013 to 2020. ഇത് ദോഹ അമെൻമെൻറ്റിലൂടെയാണ് വന്നത്. ദിസ് കെയിം ത്രൂ ദ ദോഹ അമെൻമെൻറ്റ് 2012. സെക്കൻഡ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് വന്നത് ദോഹ അമെൻമെൻറ്റിലൂടെ. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്താണ് ഈ ക്യോട്ടോ പ്രോട്ടോകോളിൻ്റെ? ഞാൻ പറഞ്ഞ പോലെ റെഡ്യൂസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ത്രൂ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് കോംപ്ലയൻസ്, പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ത്രൂ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം ഈ ഗ്രീൻ ടെക്നോളജികളൊക്കെ ഡെവലപ്ഡ് ആയ രാജ്യങ്ങൾ ഡെവലപ്പിംഗ് ലീസ്റ്റ് ഡെവലപ്പ് രാജ്യങ്ങളിലേക്ക് പകർന്നു നൽകണം. അപ്പോൾ അവർക്കും ക്ലൈമറ്റ് ചേഞ്ച് കൺട്രോൾ ചെയ്യാം, എമിഷൻസ് കൺട്രോൾ ചെയ്യാം. അതുപോലെ ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഡെവലപ്പിംഗ് ആയ രാജ്യങ്ങൾ ക്ലീൻ ടെക്നോളജിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. ആൻഡ് എൻകറേജ് ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ടു കോൺട്രിബ്യൂട്ട് ടു എമിഷൻ റിഡക്ഷൻ. പ്രൈവറ്റ് സെക്ടറിനെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എൻകറേജ് ചെയ്യുക. പാർട്ടീസ് ടു ക്യോട്ടോ പ്രോട്ടോകോൾ അനെക്സ് ബി കൺട്രി എന്ന് പറഞ്ഞാൽ നിയർലി ഐഡൻറ്റിക്കൽ ടു അനെക്സ് 1 ഓഫ് ദ UNFCCC എഗ്രീഡ് ഫോർ എമിഷൻ റിഡക്ഷൻ. അപ്പം നമ്മുടെ അനെക്സ് ബി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിംഗ് ആണ് ക്യോട്ടോ പ്രോട്ടോക്കോളുകൾ. ഇത് നമ്മൾ ജനറൽ UNFCയിൽ നോക്കിയാൽ അനെക്സ് 1 പോലെയാണ്. ആരാണ്? ഇൻഡസ്ട്രിയൽ OECD കൺട്രീസ്. ഓക്കെ, ക്ലിയർ? പിന്നെ ഇക്കണോമീസ് ഇൻ ട്രാൻസിഷൻ, പിന്നെ EU. ഓക്കെ ഓക്കെ പിന്നെ നോൺ അനെക്സ് ബി കൺട്രീസ് വിച്ച് ആർ നോട്ട് ലിസ്റ്റഡ് ഇൻ അനെക്സ് ബി ഓഫ് ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ അനെക്സ് ബി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ കണ്ടു, UNFCCCയിലെ അനെക്സ് 1 പാർട്ടികൾ തന്നെയാണ് ഏകദേശം OECD കൺട്രീസ്, എക്കണോമിക്സ് ഇൻ ട്രാൻസിഷൻ, EU ഇവരൊക്കെ. അപ്പോൾ ബാക്കി എല്ലാവരെയും കൂടെ നമ്മൾ എവിടെ ഇട്ടു? അനെക്സ് ബിയിലിട്ടു, നോൺ അനെക്സ് ബിയിലിട്ടു. കൂടുതൽ ഉത്തരവാദിത്തം മിക്കവാറും അനെക്സ് ബിയിലുള്ളവർക്കായിരിക്കും. നോൺ അനെക്സ് ബിയിൽ വരുന്നത് ബാക്കിയുള്ള രാജ്യങ്ങൾ, അതിനകത്ത് ലീസ്റ്റ് ഡെവലപ്ഡും അതുപോലെ ഡെവലപ്പിംഗ് രാജ്യങ്ങളും ഒക്കെ ആയിരിക്കാം. ഓക്കെ, പിന്നെ ദ പ്രോട്ടോകോൾ ഓപ്പറേഷനൈസ് ദ UNFCCC ഗ്രീൻ ഹൗസ് എമിഷൻസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേഷൻ, ബൈൻഡിങ് ടാർഗറ്റ്സ് ഫോർ 38 ഇൻഡസ്ട്രിയൽ കൺട്രീസ് ആൻഡ് യൂറോപ്യൻ യൂണിയൻ. അതായത് 38ഓളം കൺട്രീസ് ആൻഡ് യൂറോപ്യൻ യൂണിയൻ ഇവർക്ക് ബൈൻഡിങ് ടാർഗറ്റാണ്. only bounded developed countries because of common but differentiated responsibility. ഈ കോൺസെപ്റ്റ് ക്യോട്ടോയിലുണ്ട്. അതെന്താ സംഭവം സ്റ്റുഡൻസ്? ഈ ലോകത്തുള്ള പുകയും പ്രശ്നങ്ങളും എല്ലാം എമിഷൻസും എല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഡെവലപ്ഡ് രാജ്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സമയം. അപ്പോൾ നമ്മളോട് ഇനി എമിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഒന്നുകിൽ നമ്മൾ എമിഷൻ കുറയ്ക്കാൻ തയ്യാറാണ്, നിങ്ങൾ അതിനുള്ള ടെക്നോളജി തരിക, അല്ലെങ്കിൽ നിങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുക, ഞങ്ങൾക്ക് ഗ്രീൻ ടെക്നോളജി ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഇത്രയും നാൾ ചരിത്രപരമായി നോക്കിയാൽ ക്ലൈമറ്റിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത് ഈ ഡെവലപ്ഡ് രാജ്യങ്ങളാണ്. അപ്പോൾ അവർക്കാണ് ഉത്തരവാദിത്തം കൂടുതൽ. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്? കോമൺ ലീസ്റ്റ് ഡെവലപ്ഡ് ആണെങ്കിലും ഡെവലപ്പിംഗ് ആണെങ്കിലും ഡെവലപ്ഡ് ആണെങ്കിലും ക്ലൈമറ്റ് ചേഞ്ചിന് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം ക്ലൈമറ്റ് ഡസ് നോട്ട് ഹാവ് ബോർഡർ. അപ്പോൾ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തമല്ല. കൂടുതൽ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ഈ പറയുന്ന ഡെവലപ്ഡ് അഡ്വാൻസ്ഡ് നേഷൻസിനായിരിക്കും. അതാണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ ഓഫ് ക്യോട്ടോ പ്രോട്ടോകോൾ ടു മീറ്റ് ടാർഗറ്റ്സ്. ചില നാഷണൽ മെഷേഴ്സും ആവാം, മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം ആവാം. മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസമാണ് കാർബൺ ട്രേഡിംഗ്,
ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം ആൻഡ് ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഇവിടെ ഇത് നിങ്ങൾ അറിഞ്ഞ് മാത്രം വെച്ചാൽ മതി. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന ഫിനാൻസ് മെക്കാനിസമും ഈ ട്രേഡിംഗ് മെക്കാനിസം ഒക്കെ സെപ്പറേറ്റ് ഒരു സെക്ഷനിൽ അങ്ങ് പഠിപ്പിക്കും. ഇപ്പം ക്യോട്ടോ പ്രോട്ടോക്കോളിൽ 3 എണ്ണം ഉണ്ടെന്ന് ഓർത്തിരിക്കുക: കാർബൺ ട്രേഡിംഗ്, ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം ആൻഡ് ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, ഇനി ഇത് മീറ്റ് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റികളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടാർഗറ്റ് ലീഗലി ആർക്ക് മാത്രമാണ് ബൈൻഡിങ്? ഡെവലപ്ഡ് രാജ്യങ്ങൾക്കാണ്. 38 എണ്ണം, 38 ഇൻഡസ്ട്രിയൽ നേഷൻസിനും യൂറോപ്യൻ കമ്മ്യൂണിറ്റിക്കും, അതായത് അനെക്സ് 1 പെടുന്ന ആൾക്കാർക്ക്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡിൽ ഇവർക്കാണ് ടാർഗറ്റ്, ബൈൻഡിങ് ടാർഗറ്റാണ്. ഓക്കെ, വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് ക്യോട്ടോ പ്രോട്ടോക്കോൾ? 191 രാജ്യങ്ങൾ ഇത് റാറ്റിഫൈ ചെയ്തു, ഇൻക്ലൂഡിങ് യു. കാനഡ ഈ പ്രോട്ടോക്കോളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഹിപ്പോക്രസി. US വാസ് ദ ഒൺലി കൺട്രി. ഈ US സൈൻ ചെയ്തു, പക്ഷേ റാറ്റിഫൈ ചെയ്തില്ല. അപ്പോൾ ഇൻറ്റേർണൽ പൊളിറ്റിക്സും ഇവരുടെ ഹിപ്പോക്രസിയും നമുക്ക് മനസ്സിലാവും. അവരാണ് ഏറ്റവും വലിയ പൊല്യൂട്ടേഴ്സ്, പക്ഷേ അവർക്ക് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ കൺട്രിയുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ആണ്. ടാർഗറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക രാജ്യങ്ങളും ടാർഗറ്റ് ഒന്നും മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് എപ്പോഴാണ്? 2008 തൊട്ട് 2012 വരെ വലുതായിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല. ഇനി ദോഹയിൽ 2012 ഇവരെന്ത് ചെയ്തു? അവർ അമെൻമെൻറ്റ് നടത്തി ഫോർ ദ സെക്കൻഡ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ്, അല്ലെങ്കിൽ ദോഹ അമെൻമെൻറ്റിലൂടെ സെക്കൻഡ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് നടന്നു 2012 തൊട്ട് 20 വരെ. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? കമ്മിറ്റ്മെൻറ്റ് പീരീഡൊക്കെ വന്നു 2012. ആദ്യത്തെ പീരീഡ് നിങ്ങൾ ആലോചിക്കണം. ക്യോട്ടോ പ്രോട്ടോക്കോള് ഇത് ശരിക്കും പറഞ്ഞാൽ മീറ്റിംഗ് നടക്കുന്നത് 97ലാണ്, റാറ്റിഫൈ ആവുന്നത് 2005, 8 വർഷം കഴിഞ്ഞ്. ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് വരുന്നത് 2008 തൊട്ട് 12 വരെ. അപ്പോൾ 97 ഈ മീറ്റിംഗ് നടന്നിട്ട് 2007 ഒരു കമ്മിറ്റ്മെൻറ്റ് പീരീഡ് തന്നെ തുടങ്ങും. അപ്പോൾ ഇവിടെയും സെയിം പ്രശ്നം വന്നു. ഇവർ ദോഹ അമെൻമെൻറ്റ് പീരീഡിൽ രണ്ടാമത്തെ പീരീഡ് വെച്ചു 2012 തൊട്ട് 2020 വരെ. അപ്പോൾ അതാണല്ലോ അടുത്ത ടാർഗറ്റ് പീരീഡ്. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷവും ആരും ഇത് പ്രോപ്പറായിട്ട് റാറ്റിഫൈ ചെയ്തില്ല. ഇത് എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് 31 ഡിസംബർ 2020. അതായത് 8 വർഷമല്ലായിരുന്നോ കമ്മിറ്റ്മെൻറ്റ് പീരീഡ്? പക്ഷേ അത് ആരും ഒപ്പിട്ടില്ല. ഒപ്പിട്ടത് അവസാനത്തെ ദിവസം. അപ്പോൾ ഈ കമ്മിറ്റ്മെൻറ്റ് പീരീഡ് 8 വർഷത്തിൽ നമ്മൾ വെച്ചിട്ടും ആരും ഒപ്പിടാത്തതുകൊണ്ട് ഇതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല. ഇത് ഒരു ദിവസം മാത്രം ഫങ്ഷൻ ചെയ്ത് തീർന്നുപോയി. ഇറ്റ് എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് ഓൺ 31st December 2020 ഫോളോയിങ് ആൻ അക്സെപ്റ്റൻസ് ബൈ മാൻഡേറ്റഡ് മിനിമം ഓഫ് 144 സ്റ്റേറ്റ്. 197 പേരുണ്ടെങ്കിൽ 144 പേരെങ്കിലും സൈൻ ചെയ്യണം. അപ്പോൾ ഈ 144ാമത്തെ സൈൻ ചെയ്തത് ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ 8 വർഷം ശരിക്കും വേസ്റ്റായി, കമ്മിറ്റ്മെൻറ്റ് പീരീഡ് വേസ്റ്റായി. ഓൾദോ സെക്കൻഡ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് എൻഡഡ് ഓൺ ദ സെയിം ഡേ. മനസ്സിലായോ? അപ്പോൾ 2012 തൊട്ട് 2020 വരെയാണ് രണ്ടാമത്തെ കമ്മിറ്റ്മെൻറ്റ് പീരീഡ്. പക്ഷേ അത് ഒപ്പിട്ട് റാറ്റിഫൈ ചെയ്യണ്ടേ? ആരും ഒപ്പിട്ടില്ല. അവസാന ദിവസം 8 വർഷം കാത്തിരുന്നിട്ടാണ് ഏതൊക്കെയോ രാജ്യം ഒപ്പിട്ടത്. അപ്പോൾ 144 കോറം തികഞ്ഞത് എന്നാണ്? ലാസ്റ്റ് ഡേ ഓഫ് ദ കമ്മിറ്റ്മെൻറ്റ് പീരീഡ്. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് പീരീഡ് നിലവിൽ വന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതൊരു കള്ളക്കളിയായിരിക്കാം. ക്ലിയർ? ബട്ട് സം ഡെവലപ്ഡ് കൺട്രീസ് സ്റ്റാർട്ടിങ് ഇംപ്ലിമെൻറ്റഡ് ദെയർ കമ്മിറ്റ്മെൻറ്റ്സ് അണ്ടർ ദ ഓപ്റ്റിൻ പ്രൊവിഷൻസ് ഓഫ് ദോഹ റൗണ്ട്. ചിലർ വോളണ്ടറി ആയിട്ട് ഓപ്റ്റിൻ പ്രൊവിഷൻ ഉപയോഗിച്ച് ഇത് പാലിച്ചു തുടങ്ങി. നോട്ട് ഇന്ത്യ റാറ്റിഫൈഡ് ദ സെക്കൻഡ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് ടു പ്രോട്ടോക്കോൾ ഇൻ 2017. ഇന്ത്യ ഇത് റാറ്റിഫൈ ചെയ്തിരുന്നു. 2012 ഈ പീരീഡ് തുടങ്ങിയും ഇന്ത്യയും എടുത്തു 5 വർഷം. 2017 നമ്മൾ റാറ്റിഫൈ ചെയ്തത്. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ COPകൾ നോക്കാം. ഞാൻ പറഞ്ഞു 97 ക്യോട്ടോ പ്രോട്ടോക്കോളായിരുന്നു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രോട്ടോക്കോൾ COP1 ബെർലിൻ, തേർഡ് പ്രോട്ടോക്കോൾ ക്യോട്ടോ 2000 ക്യോട്ടോ 1997. ബെർലിനിൽ ആദ്യത്തത് ക്യോട്ടോ, തേർഡ് വൺ ഇൻ 1997. ഇനി COP11 മോൺട്രിയലിൽ നടന്നത്. ഇതിനകത്തൊരു ഇത് ഓടിച്ചു വിടാൻ നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. മോൺട്രിയൽ ആക്ഷൻ പ്ലാൻ വരുന്നു. ഓക്കെ, ഫോർ പോസ്റ്റ് 2012 ക്ലൈമറ്റ് ചേഞ്ച്. ക്യോട്ടോ പ്രോട്ടോക്കോൾ കോംപ്ലയൻസ് മെക്കാനിസം ഫൈനലൈസ്ഡ് ആയി. ഒരു അഡാപ്ഷൻ ഫണ്ടിനെ പറ്റി സംസാരിച്ചു. ഓപ്പറേഷൻ അണ്ടർ ദ ക്യോട്ടോ പ്രോട്ടോക്കോൾ ഫിനാൻസ് ബൈ CDM ലെവി, ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം വഴി. പിന്നെ 2009 കോപ്പൻഹാഗനിൽ ഒരു COP15 നടന്നു. 2009 കോപ്പൻഹാഗൻ അക്കോർഡ് സൈൻ ചെയ്തു. ഇറ്റ് ഈസ് എ നോൺ ബൈൻഡിങ് പൊളിറ്റിക്കൽ എഗ്രിമെൻറ്റ് റെക്കഗ്നൈസിങ് 2 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഗോൾ. അപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഇനിയും ഗ്ലോബൽ ക്ലൈമറ്റ് കൂടാൻ പാടില്ല. ഡെവലപ്ഡ് കൺട്രീസ് പ്ലസ് ടു പ്രൊവൈഡ് 100 ബില്യൺ ആനുവലി ബൈ 2020. 2020 ആവുന്ന വരെ അവർ $100 മില്യൺ എല്ലാ വർഷവും
അല്ല $100 ബില്യൺ എല്ലാ വർഷവും കൊടുക്കാൻ സമ്മതിച്ചു. പക്ഷേ ഇതിനൊന്നും ഒരു കണക്കും നടന്നിട്ടില്ല, ആരും ഒന്നും കൊടുത്തിട്ടില്ല, അതാണ് റിയാലിറ്റി. പിന്നെ റെഡ് പ്ലസ് മെക്കാനിസം വന്നിട്ടുണ്ട്. അതെന്താണ്? റെഡ്യൂസിങ് എമിഷൻ ഫോർ ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡിഗ്രേഡേഷൻ. അപ്പം ഈ 2 ഡിഗ്രിയുടെ ടാർഗറ്റ് 100 ബില്യൺ വർഷവും കൊടുക്കാമെന്നുള്ള ടാർഗറ്റ് റെഡ് പ്ലസ്. ഇതെല്ലാം COP15 2019 കോപ്പൻഹാഗൻ ഡെൻമാർക്കിലുണ്ടായ COPയിലാണ് നടക്കുന്നത്. ഇനി COP16 നടക്കുന്നു 2010 മെക്സിക്കോയിലെ കാൻകണിൽ. കാൻകൺ എഗ്രിമെൻ്റ് അഡോപ്റ്റഡായി. ഫോർമൽ റെക്കഗ്നേഷൻ ഓഫ് 1.5 ഡിഗ്രി സെൽഷ്യസ് ലിമിറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പം നേരത്തെ 2 ഡിഗ്രി ആണെങ്കിൽ ഇപ്പം നമുക്ക് 1.5 ഡിഗ്രിയിലുള്ളിൽ ക്ലൈമറ്റ് ചേഞ്ച് തടയണം, അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ റൈസ് തടയണം. 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ടെമ്പറേച്ചർ ഗ്ലോബലി കൂടിയാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി പ്രോബ്ലം. അതുപോലെ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു ടു ചാനൽ ക്ലൈമറ്റ് ഫിനാൻസ്. ഓർത്തിരിക്കുക, GCF വന്നത് COP16 കാൻകണിലാണ്. പിന്നെ ടെക്നോളജി മെക്കാനിസം ക്രിയേറ്റഡ് ഫോർ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ട്രാൻസ്ഫർ. പിന്നെ നാഷണൽ ആക്ഷൻ പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ഫോർ ഡെവലപ്പിംഗ് നേഷൻസ്. ഇതൊക്കെ ഒന്ന് ഓടിച്ചു പോകും കേട്ടോ. അപ്പോൾ COP16 കാൻകണിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് GCF ഉണ്ടായതാണ്. ഞാനിപ്പോൾ എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല, നമുക്ക് GF ഉണ്ട്, GCF ഉണ്ട്, ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ദോഹ ഖത്തറിൽ COP18 ഞാൻ പറഞ്ഞു. ദോഹ അമെൻമെൻറ്റ് ടു ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ ഇത് 2012 വരെയല്ലേ ഉള്ളായിരുന്നു ക്യോട്ടോ പ്രോട്ടോകോൾ. 2008 തൊട്ട് 12 വരെ ആയിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പീരീഡ് 2020 വരെ ആക്കി, 2012 തൊട്ട് 20 വരെ. പക്ഷേ ഇത് നടപ്പിലായില്ലെന്നുള്ളത് നമ്മൾ കണ്ടു. ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ CBDR എന്ന് പറഞ്ഞ സംഭവം വരുന്നത് ദോഹ ഖത്തറിലെ COP18ലാണ്. ഓക്കെ, അഡ്രസ് ക്ലൈമറ്റ് റിലേറ്റഡ് ലോസ് ആൻഡ് ഡാമേജ് ഡിസ്കഷൻസ്. COP19 2013 വാർസോയിൽ നടന്നു. വാർസോ മെക്കാനിസം ഫോർ ലോസ് ആൻഡ് ഡാമേജ് ഫോർമലി എസ്റ്റാബ്ലിഷ്ഡ്. ഇറ്റ് റീഇൻഫോഴ്സ് റെഡ് ഫ്രെയിംവർക്ക് ആദ്യം വന്നത് എവിടെ സ്റ്റുഡൻസ്? COP15 കോപ്പൻഹാഗനിലാണ്. ഇപ്പം നമ്മൾ റെഡ് പ്ലസ് പിന്നെയും പറയുന്നു. വിത്ത് ക്ലിയർ ഫണ്ടിങ് മെക്കാനിസം റിക്വയർഡ് കൺട്രീസ് ടു സബ്മിറ്റ് ഇൻറ്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ INDC എന്ന് പറഞ്ഞൊരു സംഭവം COP21 അല്ല COP13 വന്നത്. ഓക്കെ, അപ്പോൾ COP19 വാർസോയിലാണ് ഇത് വന്നത്. അപ്പം INDC ചിലർ വിചാരിക്കും പാരീസ് എഗ്രിമെൻറ്റിലാണ് വന്നത്. അങ്ങനല്ല. ഈ വാർസോ പോളണ്ടിൽ നടന്ന ഈ COPക്കകത്താണ് അവർ വാർസോ ഇൻ്റർനാഷണൽ മെക്കാനിസം കൊണ്ടുവന്നത്. റെഡ് ഫ്രെയിംവർക്കിനെ അവരൊന്ന് റീഎൻഫോഴ്സ് ചെയ്തു. പിന്നെ അവർ പറഞ്ഞു INDC നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചിലർ NDC എന്ന് പറയും. ഓക്കെ, NDC ഓർ ഇൻറ്റൻഡഡ് നാഷണലി ഡിറ്റർമിൻ കോൺട്രിബ്യൂഷൻ. കാരണം ക്യോട്ടോയിലൊക്കെ ഓൾറെഡി ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഇവർക്ക് കൊടുക്കുക. അപ്പോൾ പലരും പാലിക്കില്ല. ഇതിനെക്കാട്ടി നല്ലത് എന്ത് പറഞ്ഞു UNFCCC? നിങ്ങൾ സ്വന്തമായിട്ടൊരു ടാർഗറ്റ് ഇടും. നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്ക് എത്രത്തോളം ക്ലൈമറ്റ് ചേഞ്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം നിങ്ങളുടെ എമിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് പറ. ഇതിനെയാണ് INDC എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. ആ പേര് തന്നെ ഉണ്ട്. അപ്പോൾ ഓരോ രാജ്യം അതിൻ്റെ ഇൻറ്റൻഷൻ അനുസരിച്ച് ഒരു ടാർഗറ്റ് കൊടുക്കും, എന്നിട്ട് അത് അച്ചീവ് ചെയ്യാൻ നോക്കും. ഇതിനെയാണ് ഇൻറ്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് COP19 വാർസോയിലാണ് ആദ്യം പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നു COP21 മുമ്പ് ഇത് നിങ്ങൾ ചെയ്യണമെന്ന്. ഓക്കെ, COP21 എന്താ സ്റ്റുഡൻസ്? പാരീസ് എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, COP21 ഇസ് യുവർ പാരീസ് എഗ്രിമെൻറ്റ്. ഇവിടെ നമുക്ക് കാണാം, ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് തുടക്കത്തിൽ. ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് നോട്ട് ഷോൺ. കുഴപ്പമില്ല, പാരീസ് ഇസ് COP21. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഈ GCF എപ്പോഴാണ്? COP16 കാൻകണിലാണെന്നും, ദോഹ അമെൻമെൻറ്റിൽ CBDR വന്നു, പിന്നെ ക്യോട്ടോ എക്സ്റ്റെൻഡ് ആയി, വാർസോയിൽ ഇൻറ്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് ഗോൾ വന്നു. ഇനി COP20 വന്നു, അത് ലിമയിലാണ്, പെറു. ഓക്കെ, അഗ്രിമെൻറ്റ് സ്ട്രെങ്തൻ റൂൾ ഫോർ INDC. പിന്നെ INDCയുടെ കാര്യങ്ങളും സംഭവങ്ങളും ഒന്നുകൂടെ ഉഷാറാക്കി. ലിമ വർക്ക് പ്രോഗ്രാം ഫോർ ജെൻഡർ എസ്റ്റാബ്ലിഷ് ടു പ്രൊമോട്ട് ജെൻഡർ റെസ്പോൺസീവ് ക്ലൈമറ്റ് ആക്ഷൻ. അപ്പോൾ ജെൻഡർ റിലേറ്റഡ് ആയിട്ട് സംസാരം വന്നത് ലിമയിലെ COP20. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ ഇത് ബ്രീഫ് ചെയ്യാം. ഐ വിൽ ജസ്റ്റ് ബ്രീഫ് ദിസ് തിങ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? COP15 അതിൽ കോപ്പൻഹാഗനിലാണ് നടന്നത്. ഇവിടെ ഈ 100 ബില്യൺ എന്നുള്ള സംഭവം വന്നു വർഷത്തിൽ, അത് ഓർത്തിരിക്കുക. പിന്നെ റെഡ് പ്ലസ് മെക്കാനിസം ഇത് വന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ COP16 എവിടെയാണ്? കാൻകൺ, കാനഡയിൽ. ഇവിടെ എന്താ സ്റ്റുഡൻസ് വന്നത്? GCF എന്ന് പറഞ്ഞ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ സംഭവം വന്നു.
ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ 1.5 ഇതിനെ കുറയ്ക്കണമെന്നും വന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ COP15 2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഓക്കെ, പിന്നെ ഖത്തറിൽ COP18 ദോഹ, ഖത്തർ ദോഹ, ഇവിടെ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ CBDR വന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ഇനി 2019 COP19. ഓക്കെ, ഇതിനകത്ത് എന്താണ് വന്നത്? ഇത് വാർസോയിലാണ് നടന്നത്. ഇതിനകത്ത് വന്ന പ്രത്യേകത ശരിക്കും പറയാ INDCയുടെ കോൺസെപ്റ്റ് ഇതിനകത്ത് വന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അവർ പറഞ്ഞ എന്താ, COP21 മുമ്പ് ഓരോ രാജ്യങ്ങളും അവർക്ക് എന്തോരം ടാർഗറ്റ് ചെയ്യാമെന്ന് അവർ തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ COP20 എന്താണ് വന്നത്? COP20 ജെൻഡർ റിലേറ്റഡ് ആയിട്ട് LVPG, ഓക്കെ, ലീമ വർക്കിംഗ് പ്രോഗ്രാം ഓൺ ജെൻഡർ വന്നു. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബേസിക് മാത്രമെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു പീപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് COP21 പോവാം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. COP21, the Paris Agreement and the accompanying COP decisions are focused on enhancing efforts to mitigate and adapt to climate change beyond 2020. മിറ്റിഗേറ്റ് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക. മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ തടയണം. അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി പ്രശ്നം വരുമെന്നുള്ളതും നമ്മൾ ഫേസ് ചെയ്യണമെന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ അതിന് മുൻകരുതലെടുക്കുക. അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അഡാപ്റ്റ് ചെയ്ത് പോകാൻ എങ്ങനെ ശ്രമിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ടെക്നിക്കൽ അല്ലാതെ പറയുകയാണ്. ഇതിൻ്റെ ലോങ് ടേം ഗോൾ എന്താണ്? പാരീസ് എഗ്രിമെൻറ്റ് 2020 COP21 ആണ്. റീഅഫേം ഗോൾ ഓഫ് ലിമിറ്റിംഗ് ഗ്ലോബൽ ടെമ്പറേച്ചർ ഇൻക്രീസ് വെൽ ബിലോ 2 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ ഗ്ലോബൽ ടെമ്പറേച്ചർ 2 ഡിഗ്രിയിൽ കൂടുതൽ കൂടാൻ പാടില്ല. ഇനി 2 ഡിഗ്രി കൂടെ, ഇപ്പോൾ ഉള്ളതിൽ 2 ഡിഗ്രിയിൽ കൂടുതൽ പിന്നെ അഡീഷൻ വരാൻ പാടില്ല. ഇനി ഏറ്റവും നല്ലത് ഇപ്പോൾ ഉള്ള ആവറേജിനെ കാട്ടി 1.5 ഡിഗ്രിയും കൂടെ കൂടാതിരിക്കാൻ ശ്രമിക്കുക. 2 ഡിഗ്രി സെൽഷ്യസ് ഇപ്പോഴുള്ള ടെമ്പറേച്ചറിൽ നിന്ന് കൂടിയാൽ വളരെ വിപത്താണ്. അപ്പം ഏറ്റവും നല്ലത് 1.5 ഡിഗ്രി സെൽഷ്യസ് കൂടാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി പറ്റില്ലെങ്കിൽ 2 ഒതുക്കുക. 2 ലോങ് ടേം എമിഷൻ ടാർഗറ്റ്സ്. പീക്കിംഗ് എമിഷൻസ് ആസ് സൂൺ ആസ് പോസിബിൾ. നിങ്ങൾ പെട്ടെന്ന് മാക്സിമം എമിറ്റ് ചെയ്യാനുള്ളത് എമിറ്റ് ചെയ്ത് തീർത്ത് ഡെവലപ്പായി കഴിയുക. വിത്ത് എ റെക്കഗ്നിഷൻ ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് ലോങ്ങർ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ഇനിയും വളരാനുണ്ട്, അവർക്ക് ഇനി സമയമെടുക്കും എന്നുള്ള കാര്യം അവർ അക്നോളജ് ചെയ്തിട്ടുണ്ട്. എ ഗോൾ ഓഫ് നെറ്റ് ഗ്രീൻ ഗ്യാസ് ന്യൂട്രാലിറ്റി എക്സ്പ്രസ്ഡ് ആസ് ബാലൻസ് ബിറ്റ്വീൻ ആന്ത്രോപ്രോജനിക് എമിഷൻ ബൈ സോഴ്സസ് ആൻഡ് റിമൂവൽ ബൈ സിങ്ക്. അപ്പം നെറ്റ് ഗ്രീൻ ഹൗസ് ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്ത്രോപ്രോജനിക് ആക്ടിവിറ്റീസ്, മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് കാരണം എമിഷൻ വരും. എത്രത്തോളം എമിറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ പിടിക്കുകയും ചെയ്യണം, ക്യാപ്ചർ ചെയ്യണം. ട്രീസിലൂടെ ആവാം, കാർബൺ സിങ്സുകളിലൂടെ ആവാം. ഓക്കെ, ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സെഞ്ചുറി, ദിസ് സെഞ്ചുറി. ഓക്കെ, ഇനി It ends the strict differentiation between developed and developing countries, provides for a framework that commits all countries. കാരണം വെസ്റ്റേൺ രാജ്യങ്ങൾക്കും ഡെവലപ്ഡ് ആയവർക്കും ഇതൊരു വലിയ പ്രശ്നമാണ്. എല്ലാം ഞങ്ങൾ ഏറ്റെടുക്കണം. ശരിക്കും കൂടുതലും അവർ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷേ അവരിതൊന്നും ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു വിട്ടുവീഴ്ച എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞു. To put forward their best efforts against climate change and strengthening these efforts. Mitigation, binding procedural commitments, preparing, communicating, maintaining a nationally determined contribution. Communicate the new progressive NDCs every 5 years. ഞാൻ പറഞ്ഞു, ഓരോ രാജ്യം തന്നെ തീരുമാനിക്കട്ടെ അവരുടെയൊക്കെ എത്രത്തോളം അവർക്ക് എമിഷൻ കുറയ്ക്കാൻ പറ്റും, അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതെല്ലാം 5 വർഷം കൂടുമ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്ത് UNFCCC പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. The agreement commits parties to pursue domestic measures with the aim of achieving NDC. ഡൊമസ്റ്റിക് ആയിട്ട് സ്റ്റെപ്സ് എടുക്കണം, സ്വന്തം NDCs. നമ്മൾ തന്നെ നമ്മുടെ ടാർഗറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, നാഷണലി ഡിറ്റർമൈൻഡ് ഗോൾസ്. അത് നമ്മൾ ഡൊമസ്റ്റിക് സ്റ്റെപ്സ് നമ്മൾ എടുക്കണം. ഡസൻ മേക്ക് ഇംപ്ലിമെൻറ്റേഷൻ ഓർ അച്ചീവ് ഓഫ് NDCs എ ബൈൻഡിങ് ഒബ്ലിഗേഷൻ. അപ്പോൾ NDCs നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് ഒരു ഒബ്ലിഗേഷനും ഇല്ല. ക്യോട്ടോയിൽ കുറച്ചുകൂടെ ബൈൻഡിങ് ആയിരുന്നു. ഓക്കെ, ഇനി കാർബൺ മാർക്കറ്റ്സ് കൊണ്ടുവന്നു. ആർട്ടിക്കിൾ 6 ഓഫ് ദ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻറ്റ് കവേഴ്സ് കാർബൺ ക്രെഡിറ്റ് മെക്കാനിസം. പല രീതിയിലുള്ള മെക്കാനിസം ഉണ്ട്, പക്ഷേ ക്ലൈമറ്റ് ക്രെഡിറ്റ് മെക്കാനിസങ്ങൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ക്ലൈമറ്റ് ഫണ്ട് ആണെങ്കിലും ക്ലൈമറ്റ് ട്രേഡ് മെക്കാനിസംസ് ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. എന്നാൽ നമുക്കൊന്ന് ഓടിച്ചു പോകാം. ആർട്ടിക്കിൾ 6.2 പാരീസ് എഗ്രിമെൻറ്റ്, ട്രേഡിംഗ് ബിറ്റ്വീൻ കൺട്രീസ്. ഓക്കെ, അപ്പം ഹോസ്റ്റ് കൺട്രീസ്
ITMOs വിൽക്കും, ബയ്യർ കൺട്രീസ് പകരം ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കും. ഇതിനെ നമ്മൾ കോപ്പറേറ്റീവ് അപ്രോച്ച് എന്ന് പറയും. ഇനി ആർട്ടിക്കിൾ 6.4 ഗ്ലോബൽ കാർബൺ ട്രേഡിംഗ്. ഓക്കെ, ഇനി ഹോസ്റ്റ് കൺട്രീസ് അവരുടെ എമിഷൻ റിഡക്ഷൻ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കും, ബയ്യർ കൺട്രി അതിന് പകരം ഫിനാൻസ് കൊടുക്കും. കാരണം ബയ്യർ കൺട്രിക്കും ഈ ബയ്യർ കൺട്രികൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അവർ ക്രെഡിറ്റ് മേടിക്കും ഓൾറെഡി അച്ചീവ് ചെയ്ത രാജ്യങ്ങളുടെ കയ്യിലുള്ള. ഓക്കെ, ഇനി 6.8 നോൺ മാർക്കറ്റ് അപ്രോച്ചാണ്. ഇതിനകത്ത് ബയ്യർ കൺട്രീസ് എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് ഈസ് പ്രൊവൈഡഡ് ടു ഹോസ്റ്റ് കൺട്രി ഓർ പ്രൊജക്ട് ഡെവലപ്പർ. ഓക്കെ, ക്ലിയർ? ഇതിനകത്ത് ബയ്യർ കൺട്രികൾ എന്ത് ചെയ്യും? ഹോസ്റ്റ് കൺട്രിക്ക് എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ സപ്പോർട്ടും കപ്പാസിറ്റി ബിൽഡിംഗ് കൊടുക്കും. ഇതിനെയാണ് നമ്മൾ നോൺ മാർക്കറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, ഇത് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും, അപ്പം മനസ്സിലായിക്കോളും. ഓക്കെ, പിന്നെ സ്റ്റോക്ക് ടേക്കിംഗ്. ഈ NDCs എന്തോരം പുരോഗമിച്ചു എന്ന് നമ്മൾ നോക്കണമല്ലോ. ടു എൻഷുർ സക്സസീവ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ എഫേർട്സ് ദ എഗ്രിമെൻറ്റ് പ്രൊവൈഡ്സ് 2 ലിങ്ക്ഡ് പ്രോസസ് ഈച്ച് ഓൺ എ 5-year സൈക്കിൾ. ഞാൻ പറഞ്ഞു 5 വർഷം കൂടുമ്പോൾ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് നടത്തും ടു അക്സസ് ദ കളക്റ്റീവ് പ്രോഗ്രസ് ടുവേർഡ്സ് എഗ്രിമെൻറ്റ് ഗോൾസ്. ദ ഫസ്റ്റ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് took place in 2023. New NDCs every 5 years informed by the outcomes of the global stock takes. Signatories should ensure that new INDs are more ambitious than previous one. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു, ഒരു NDC പറഞ്ഞു നമ്മൾ ഇത്രയും കുറയ്ക്കാം. അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമ്മൾ പുതിയ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുമല്ലോ, ഞങ്ങൾ ഇത്രത്തോളം ഗ്രീൻ ഗ്യാസ് കുറച്ചോളാം, ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തോളാം. അതെപ്പോഴും പഴയ NDCയെക്കാട്ടി ബെറ്റർ ആയിരിക്കും, കാരണം നമ്മൾ കൂടുതൽ എമിഷൻസ് കട്ട് ചെയ്യണം. ഫിനാൻസ് നോക്കിയാൽ പ്രൊവിഷൻ ഫോർ സപ്പോർട്ട് ടു പുവർ ഡെവലപ്പിംഗ് കൺട്രീസ് ബൈ ഡെവലപ്ഡ് കൺട്രീസ്. ഇതൊരിക്കലും നടക്കാറില്ല എന്നുള്ള കാര്യം. ഫിനാൻസ് ആൻഡ് മൊബിലൈസേഷൻ ഗോൾ. COP ഡിസൈഡഡ് ടു എക്സ്റ്റെൻഡ് $100 billion a year goal through 2025 and beyond that. By 2025 COP will set a new collective quantified goal from a floor of 100 billion. അപ്പോൾ 100 billion ഇപ്പോൾ കൊടുക്കണം, 2025 കഴിഞ്ഞ് പിന്നെയും ഇത് കൂട്ടണം, ബെഞ്ച് മാർക്ക് 100 billion ആയിരിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതുവരെ ഉള്ള 100 billion കൊടുത്തിട്ടില്ല. 100 ബില്യൻ്റെ കാര്യം എവിടെ തുടങ്ങിയതാണ് സ്റ്റുഡൻസ്? ഈ 100 ബില്യൻ്റെ കാര്യം COP 15 തൊട്ട് പറച്ചിൽ തുടങ്ങിയതാണ്, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഓക്കെ, അഡാപ്റ്റേഷൻ. എ മേജർ പ്രയോറിറ്റി for many developing countries was the strengthening of adaptation under the UNFC. അവർ ഇപ്പോൾ തന്നെ പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങും. Establish a global goal of enhancing adaptive capacity, strengthening resilience and reducing vulnerability to climate change. ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. Committing enhanced adaptation support for developing countries. ഇതൊക്കെ പറയും, ചെയ്യാറില്ല. Including a review of adaptation process and of the adequacy and effectiveness of adaptation support in the global stock take to be undertaken in every 5 years. ഇതൊക്കെ നമുക്ക് പറയാം. പിന്നെ ഒരു ലോസ് ആൻഡ് ഡാമേജിനെ പറ്റി പറഞ്ഞു. In a victory to small island countries and other highly vulnerable to climate change impacts, the agreement includes a free-standing provision extending the Warsaw International Mechanism for Loss and Damage. വാർസോയിലാണ് ഇത് ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. വാർസോയിൽ പറഞ്ഞിട്ടുണ്ട്, വാർസോ ഇൻ്റർനാഷണൽ മെക്കാനിസം, ലോസ് ആൻഡ് ഡാമേജ് ഫോർമലി എസ്റ്റാബ്ലിഷ്. ഇത് വാർസോയിൽ പറഞ്ഞു തുടങ്ങിയ കാര്യം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇവിടെ ബൂസ്റ്റ് കിട്ടിയതിന്. ഓക്കെ, അപ്പോൾ പറയുന്ന കേസ് എന്താണ് അവർ? The agreement includes free-standing provision extending Warsaw International Mechanism for Loss and Damage. പക്ഷേ ഇതിനകത്തൊരു ക്യാച്ച് ഉണ്ട്, ഞാൻ അവസാനം പറഞ്ഞുതരാം. The mechanism established at COP19 is charged with developing approach to help vulnerable countries to cope with unavoidable impacts including extreme weather events such as sea level rise. പൊട്ടൻഷ്യൽ അപ്രോച്ചസ് ഇൻക്ലൂഡ് ഏർലി വാർണിംഗ് സിസ്റ്റം കൊടുക്കണം, അതുപോലെ റിസ്ക് ഇൻഷുറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ഇനി ഇത് ശ്രദ്ധിക്കുക, ഇവിടെ ഫ്രീ സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ലോസ് ആൻഡ് ഡാമേജ് പ്രൊവിഷൻ ഡിഡ് നോട്ട് ഇൻവോൾവ് ഓർ പ്രൊവൈഡ് എ ബേസിസ് ഫോർ എനി ലയബിലിറ്റി ഓർ കോമ്പൻസേഷൻ. അപ്പം ഒരു ചെറിയ രാജ്യത്തിന്, ഐലൻഡ് നേഷൻ ആയിക്കോട്ടെ, ക്ലൈമറ്റ് ചേഞ്ചും കൊണ്ട് പ്രശ്നം ഉണ്ടായ ഒരു രാജ്യം ആയിക്കോട്ടെ, അതിനെന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഈ വെസ്റ്റേൺ വേൾഡ് അല്ലെങ്കിൽ ഡെവലപ്ഡ് വേൾഡ് അതിന് കോമ്പൻസേഷൻ കൊടുക്കുകയോ പൈസ കൊടുക്കുകയോ ഒന്നും നിർബന്ധമൊന്നുമില്ല. അവർക്ക് വോളണ്ടറി എന്തെങ്കിലും ചെയ്യാം. വോളണ്ടറി ആയിട്ട് വേണമെങ്കിൽ ഏർലി വാർണിംഗ് സിസ്റ്റംസ് കൊടുക്കാം, അല്ലെങ്കിൽ റിസ്ക് ഇൻഷുറൻസിൽ അവരെ ഉൾപ്പെടുത്താം. അല്ലാതെ പൈസ കൊടുത്തേ പറ്റുമോ എന്നുള്ളതൊന്നും ഇതിനകത്തില്ല. അതൊരു ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് വോളണ്ടറി ക്യാരക്ടർ. ഓക്കെ, ഇനി വെൻ ഡിഡ് പാരീസ് എഗ്രിമെൻറ്റ് എൻ്റർ ഇൻ ടു ഫോഴ്സ്? ഇത് എൻ്റർ ചെയ്തത് November 4, 2016. ഓക്കെ, ശരിക്കും റാറ്റിഫിക്കേഷൻ വേണ്ട മാസത്തിനെക്കാട്ടി 1 മാസം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ബട്ട് എനിവേസ്
റിക്വേർഡ് അപ്രൂവൽ ഓഫ് 55 കൺട്രീസ് അക്കൗണ്ടിങ് ഫോർ 55% ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പം 55 ടോട്ടൽ നമ്മൾ രാജ്യങ്ങളെടുത്താൽ ടോട്ടൽ രാജ്യങ്ങളുടെ 55% ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ലെവൽ എത്തണം. ഓക്കെ, അത്രയും എമിറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഒപ്പിട്ടാലേ എന്ത് പറ്റുള്ളൂ, ഈ പറയുന്ന പാരീസ് എഗ്രിമെൻറ്റ് നിലവിൽ വരും. 55 രാജ്യങ്ങൾ സൈൻ ചെയ്യണം. ഇവരെല്ലാം കൂടെ കൂട്ടി ഗ്ലോബൽ ലെവലിൻ്റെ 55% എമിഷൻ്റെ ഉത്തരവാദികളുമായിരിക്കണം. അങ്ങനെ ഉള്ളെങ്കിൽ മാത്രമേ ഈ എഗ്രിമെൻറ്റ് നിലവിൽ വരൂ. അപ്പോൾ നിലവിൽ വന്നത് 2016. ഓക്കെ, ഇനി ഇന്ത്യയുടെ INDC കൂടെ നോക്കിയിട്ട് നമുക്ക് പറയാം. ഇന്ത്യാസ് അപ്ഡേറ്റഡ് ഫസ്റ്റ് INDC അണ്ടർ പാരീസ് എഗ്രിമെൻറ്റ്. നമ്മൾ ആദ്യം ഒരു INDC കൊടുത്തിരുന്നു, പിന്നെ നമ്മുടെ അപ്ഡേറ്റഡ് INDC ആണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇന്ത്യ സബ്മിറ്റഡ് ഇറ്റ്സ് INDC ഓൺ 2 ഒക്ടോബർ 2015. പക്ഷേ നമ്മൾ പിന്നീട് 5 വർഷമൊക്കെ കഴിഞ്ഞ് 2020 കൊടുക്കേണ്ടത്, പക്ഷേ നമ്മൾ 2022 കൊടുക്കുന്നത്. നമ്മുടെ പുതിയ ടാർഗറ്റുകൾ നോക്കാം. പഴയ ടാർഗറ്റുകൾ ഇനിയും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. വി വിൽ ലുക്ക് ഇൻ ടു ദ ന്യൂ ടാർഗറ്റ്സ്. Okay, NDC submitted in August 2020 is India's first NDC under the Paris Agreement. Article 4, paragraph 9 of the Paris Agreement provided each party shall communicate nationally determined contribution every 5 years. So, in August 2020, India has communicated an update to its first INDC submitted earlier on 2nd October 2005. ഫോർ ദ പീരീഡ് അപ് ടു 2030. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ആദ്യത്തെ INDC. ഇപ്പോൾ അപ്ഡേറ്റഡ് INDC ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. പുട്ട് ഫോർവേഡ് ദ ഫർദർ പ്രൊപ്പഗേറ്റ് ദ ഹെൽത്തി ആൻഡ് സസ്റ്റൈനബിൾ വേ ഓഫ് ലൈഫ് ബേസ്ഡ് ഓൺ ട്രഡീഷണൽ ആൻഡ് വാല്യൂസ് ഓഫ് കൺസർവേഷൻ, മോഡറേഷൻ, ഇൻക്ലൂസിങ് ത്രൂ എ മാസ് മൂവ്മെൻറ്റ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ്റ് ആസ് എ കീ ടു കോമ്പാറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലൈഫ് ഓൾറെഡി ഞാൻ പഠിപ്പിച്ചു. നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസ്, ഇപ്പോൾ കോമൺ ആയിട്ട് ഒരു വണ്ടി തന്നെ അല്ലെങ്കിൽ പോവുക, സൈക്കിൾ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ ലൈഫ് ഞാൻ എൻ്റെ എക്കണോമിക് സർവേയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ പഠിപ്പിക്കില്ല. ടു അഡോപ്റ്റ് ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആൻഡ് ക്ലീനർ പാത്ത് ദാൻ ദ വൺ ഫോളോഡ് ഹിതർട്ടോ ബൈ അതേഴ്സ് കറസ്പോണ്ടിങ് ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ടു റെഡ്യൂസ് എമിഷൻ ഇൻറ്റൻസിറ്റി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എമിഷൻ ഇൻറ്റൻസിറ്റി ഈസ് ടു ബി റെഡ്യൂസ്ഡ് ബൈ 45% by 2030 ഫ്രം 2005 ലെവൽ. അപ്പോൾ ഇത് കാണാതെ അങ്ങ് പഠിച്ചു വയ്ക്കുക. നമ്മുടെ ടാർഗറ്റ് എന്താ? ടു റെഡ്യൂസ് എമിഷൻ ഇൻറ്റൻസിറ്റി ഓഫ് ഇറ്റ്സ് GDP by 45% by 2030 ഫ്രം 2005. 2005 ആയിരിക്കും നമ്മുടെ ബേസ് ലെവൽ. 2005 കമ്പയർ ചെയ്യുമ്പോൾ 2030 എത്തുമ്പോഴത്തേക്ക് നമ്മുടെ എമിഷൻ ഇൻറ്റൻസിറ്റി 45% കുറയണം കമ്പയർഡ് ടു ഏർലിയർ പീരീഡ്. ഇതാണ് ഈ ഫ്രം 2005 ലെവൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി എമിഷൻ ഇൻറ്റൻസിറ്റി ഓഫ് ഇറ്റ്സ് GDP by 45% by 2030 എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, നമ്മുടെ കമ്പയർ ചെയ്യുന്ന പീരീഡ് 2005 ആണ്. 2005 അപേക്ഷിച്ച് 2030 ആകുമ്പോഴത്തേക്ക് 45% എമിഷൻ ഇൻറ്റൻസിറ്റി ടു GDP കുറയണം. ഓക്കെ, ക്ലിയർ? To achieve 50% cumulative electric power installed capacity from non-fuel based energy resources by 2030. Important. 2030 ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്യൂമുലേറ്റീവ് ഇലക്ട്രിക് പവറിൻ്റെ 50% നോൺ ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് എനർജി സോഴ്സിൽ നിന്നാവണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്ഫർ ടെക്നോളജി ആൻഡ് ലോ കോസ്റ്റ് ഇൻ്റർനാഷണൽ ഫിനാൻസ് ഇൻക്ലൂഡിങ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട്. പക്ഷേ നമ്മൾ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യാം, പക്ഷേ നമുക്ക് ഫണ്ട് തരണം. അത് തരുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്നാലും ഇന്ത്യ ഒത്തിരി അധികം അച്ചീവ് ചെയ്യുന്നുണ്ട്. ടു ക്രിയേറ്റ് അഡീഷണൽ കാർബൺ സിങ്ക് of 2.5 to 3 billion tons of carbon dioxide equivalent through addition of forest and tree cover by 2030. അപ്പോൾ കാർബണിനെ പിടിച്ചെടുക്കും ഈ ട്രീസും അതുപോലെ സിങ്കുകളും. അപ്പം അത് 2.5 തൊട്ട് 3 ബില്യൺ ടണ്ണ് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം. ഓക്കെ, 2030 എത്തുമ്പോഴത്തേക്ക് നമ്മൾ പിടിച്ചെടുക്കും. നമ്മളതിന് ഫോറസ്റ്റേഷൻ നടത്തുക, ട്രീ കവർ കൂട്ടുക. To better adapt the climate change by enhancing ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഡെവലപ്പിംഗ് പ്രോഗ്രാംസ് ഇൻ സെക്ടേഴ്സ് വൾണറബിൾ ടു ക്ലൈമറ്റ് ചേഞ്ച്. ഇതൊക്കെ നോർമലാണ്. അഗ്രികൾച്ചറിലാണെങ്കിലും വാട്ടർ റിസോഴ്സസ്, ഹിമാലയൻ റീജിയൻ, കോസ്റ്റൽ റീജിയൻ, ഹെൽത്ത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ക്ലൈമറ്റ് ചേഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ടു മൊബിലൈസ് ഡൊമസ്റ്റിക് ആൻഡ് അഡീഷണൽ ഫണ്ട്സ് ഫ്രം ഡെവലപ്ഡ് കൺട്രീസ് ടു ഇംപ്ലിമെൻറ്റ് അബോവ് മിറ്റിഗേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ഇൻ എ വ്യൂ ഓഫ് റിസോഴ്സ് റിക്വേർഡ് ആൻഡ് റിസോഴ്സ് ഗ്യാപ്പ്. നമുക്ക് ഇപ്പോഴും റിസോഴ്സ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഫോറിൻ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. ഒരു തരുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്. To build capacities, create domestic framework and international architecture for quick diffusion of cutting-edge climate technology in India and for joint collaboration of our research and development for future technologies. ഈ കാര്യങ്ങളോട് ഒന്ന് ഓർത്തിരിക്കുക. ടു ബിൽഡ് കപ്പാസിറ്റി, നമ്മൾ കട്ടിങ് ടെക്നോളജികൾ കൊണ്ടുവരണം ക്ലൈമറ്റ് ചേഞ്ചിനെ കുറയ്ക്കാൻ. അതിന് ബാക്കി രാജ്യങ്ങളുമായിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാം, R&D കൊളാബറേഷനൊക്കെ ചെയ്യാം. ക്ലിയർ?
അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ശ്രമിക്കണം. അപ്പോൾ ദിസ് ഇസ് ഓൾ. നമ്മൾ പാരീസ് കഴിഞ്ഞു. അടുത്ത സെഷനിൽ നമ്മൾ ബാക്കി നോക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മൾ ഓൾറെഡി ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ക്രോണോളജി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിനകത്ത് നമ്മൾ എർത്ത് സമ്മിറ്റാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. എർത്ത് സമ്മിറ്റിനകത്ത് തന്നെ 3 ബൈൻഡിങ് കൺവെൻഷൻസ് ഉണ്ട്. ഒന്ന് UNFCCC ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ UNCBD ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ UNCCD ഇത് ഡെസർട്ടിഫിക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ UNFCCCയുടെ ഫ്യൂച്ചറിൽ നടന്ന ഓരോരോ COPകൾ നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഓൾറെഡി ഫസ്റ്റ് COP മീറ്റിംഗ് അത് എവിടെയാണെന്ന് പറഞ്ഞു, ബെർലിനിൽ. പിന്നെ ക്യോട്ടോ 3rd COP, ക്യോട്ടോയിൽ സംഭവിച്ച 3rd COP നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് നമ്മൾ നല്ല രീതിയിൽ നോക്കി. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ COP 11, 15, COP 16, COP 12, COP 16, COP 18, COP 19, COP 20, അതിനുശേഷം COP 21 പാരീസ് എഗ്രിമെൻറ്റ്. ഇതുവരെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം COP 21 പാരീസ് എഗ്രിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുപോലെ അതിന് മുമ്പുള്ള ക്യോട്ടോ പ്രോട്ടോക്കോൾ, ക്യോട്ടോയിലുള്ള COP 3യും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ COP 21 വരെ പഠിച്ചു. ഇനി ഈ ക്ലാസ്സിൽ വി വിൽ മൂവ് ഫോർവേഡ്. ഓക്കെ, COP 21 to 28 വരെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ COP 21 കഴിഞ്ഞും വി ഹാഡ് ദ പാരീസ് എഗ്രിമെൻറ്റ്. അത് കഴിഞ്ഞ് നെഗോസിയേഷൻസ് തുടർന്നു. പിന്നെ COP 22 മരാക്കേഷിലായിരുന്നു നടന്നത്. മരാക്കേഷ് എവിടെയാണെന്ന് ഓർത്തിരിക്കുക. COP 23 ബോൺ സമ്മിറ്റ് 2017, COP 24 കട്ടോവൈസ് സമ്മിറ്റ്, COP 25 മാഡ്രിഡ്, COP 26 ഗ്ലാസ്കോ. അപ്പോൾ ഇതിലെല്ലാ സമ്മിറ്റുകളും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. COP 25 മാഡ്രിഡ് സമ്മിറ്റിൽ നടന്ന ഒരു കാര്യം നമ്മളൊന്ന് നോട്ട് ചെയ്യുക. അവിടാണ് സാന്റിയാഗോ നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. എന്താണ് ഈ സാന്റിയാഗോ നെറ്റ്വർക്ക്? The parties to UNFCCC decided to set up Santiago Network as a part of Warsaw International Mechanism. ഈ വാർസോ ഇൻ്റർനാഷണൽ മെക്കാനിസം പോളണ്ടിൽ നടന്ന COPയിലാണ് ഇതിൻ്റെ തുടക്കം. ഇവിടെ നിങ്ങൾക്ക് കാണാമായിരിക്കും. ഐ വിൽ ഷോ യു. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, ഫോർ ലോസ് ആൻഡ് ഡാമേജസ്. അപ്പോൾ ഈ വാർസോ ഇൻ്റർനാഷണൽ മെക്കാനിസം എവിടെയാണ് നടന്നത്? വാർസോയിൽ നടന്ന COPയിലാണ് ഇതിനെപ്പറ്റി ചർച്ച നടന്നത്. ആ COPയുടെ നമ്പർ ഏതാണ്? COP 19, 2030. ഓക്കെ, അപ്പോൾ സാന്റിയാഗോ ഫ്രെയിംവർക്കിൻ്റെ തുടക്കം അവിടെയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഈ വാർസോ ഇൻ്റർനാഷണൽ മെക്കാനിസം അത് വരുന്നത് COP 19ലാണ്. ഓക്കെ, ഫോർ ലോസ് ആൻഡ് ഡാമേജ്. അപ്പോൾ സാന്റിയാഗോ നെറ്റ്വർക്ക് ഈസ് റിലേറ്റഡ് ടു ലോസ് ആൻഡ് ഡാമേജസ്. ഇറ്റ് എയിം ടു ഓർഗനൈസ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഓഫ് റെലവൻറ്റ് ഓർഗനൈസേഷൻ ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റെലവൻറ്റ് അപ്രോച്ചസ് in developing countries that are particularly vulnerable to adverse impact of climate change. ഇപ്പം നമ്മുടെ ഐലൻഡ് നേഷനുകളായിക്കോട്ടെ, പൂർ രാജ്യങ്ങളായിക്കോട്ടെ, ഇവരൊക്കെ വളരെയധികം വൾണറബിൾ ആണ് ടു ദ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഇവർക്കുണ്ടാകുന്ന നഷ്ടവും നാശവും ഒക്കെ, ലോസ് ആൻഡ് ഡാമേജസ് ഒക്കെ കുറച്ചൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ടോക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ സാന്റിയാഗോ നെറ്റ്വർക്ക്. ഇനി നമുക്ക് COP 26ലേക്ക് പോവാം. COP 26, 21 കഴിഞ്ഞ് 4 സമ്മിറ്റ് ഉണ്ട്. അതിൽ 25 കാര്യം നടന്നു, സാന്റിയാഗോ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു. ഇനി COP 26. ആദ്യം നമുക്കതിൻ്റെ ബേസിക് ഒരു ജിസ്റ്റ് എടുക്കാം. ഈ COP 26 നടന്നത് 2021 ഗ്ലാസ്കോയിലാണ്, ഇൻ യുണൈറ്റഡ് കിങ്ഡം. അവിടെ ഒരു ഗ്ലാസ്കോ പാക്റ്റ് ഉണ്ടായി. ഇറ്റ് റെക്കഗ്നൈസ് ദാറ്റ് ഫോസിൽ ഫ്യൂവൽ റിഡക്ഷൻ ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ COP ഹിസ്റ്ററി. അപ്പം ഫോസിൽ ഫ്യൂവൽ കുറച്ചാലേ കാര്യങ്ങൾ നടപടിയാവുകയുള്ളൂ എന്ന് ആദ്യമായിട്ട് പറയുന്നത് ഗ്ലാസ്കോ ക്ലൈമറ്റ് പാക്റ്റിലാണ്. പിന്നെ നമുക്കൊരു മീതേൻ പ്ലഡ്ജും ഉണ്ട്. ഓവർ 100 കൺട്രീസ് കമ്മിറ്റഡ് ടു റെഡ്യൂസിങ് മീതേൻ എമിഷൻ ബൈ 30% ബൈ 2030. അപ്പം 2030 ആകുമ്പോഴത്തേക്കും 30% മീതേൻ എമിഷൻ റെഡ്യൂസ് ചെയ്യും. ഇന്ത്യ ഇതിൻ്റെ പാർട്ടല്ല. ഞാൻ ഫ്യൂച്ചറിൽ കാണും. ഇപ്പോൾ ആദ്യം നമ്മളൊരു ജിസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ആർട്ടിക്കിൾ 6 ഫൈനലൈസ്ഡ് ആയി. ആർട്ടിക്കിൾ 6 എന്താണ്? UNFCCCയുടെ അലൗഡ് ഗ്ലോബൽ കാർബൺ ട്രേഡിംഗ് സിസ്റ്റം ഓപ്പറേഷണലൈസേഷൻ, സ്ട്രെങ്ത് ആൻഡ് ലോസ് ആൻഡ് ഡാമേജ് ഡിസ്കഷൻ. ബട്ട് ഇതിൻ്റെ ഫിനാൻസ് മെക്കാനിസത്തെ പറ്റി ചർച്ചയുണ്ടായില്ല. ഇതാണ് എപ്പോഴും പ്രശ്നം. എല്ലാ വലിയ കാര്യങ്ങളും പറയും, പക്ഷേ ഫിനാൻസിനെ പറ്റി ഇവർ അനങ്ങത്തില്ല.
ഓക്കെ, അപ്പോൾ ഈ മീഥേൻ്റെ കാര്യം ഗ്ലാസ്ഗോ സമ്മിറ്റിൽ COP26 നടന്നതെന്ന് ഓർക്കുക. മീഥേൻ പ്ലഡ്ജ്, പിന്നെ ഫോസിൽ ഫ്യൂലിൻ്റെ റിഡക്ഷനെ പറ്റി ആദ്യം ചർച്ച ചെയ്യുന്നത് ഈ പറയുന്ന COPയിലാണ്. UNFCCCയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ ലോസ് ആൻഡ് ഡാമേജസിനെ പറ്റി ഇവർ വലിയ രീതിയിൽ സംസാരിച്ചു, പക്ഷേ ഫണ്ട്സിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഇനി COP26 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, മിറ്റിഗേഷനെ പറ്റി. ഇറ്റ് ആസ്ക് കൺട്രി ടു സ്ട്രെങ്തൻ ദെയർ 2030 ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ഓർ NDCs. ഓക്കെ, NDCs പറഞ്ഞാൽ നാഷണലി ഡിറ്റർമിൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. എന്ത് കുറയ്ക്കുമോ എന്നുള്ളത് അവർക്ക് തന്നെ തീരുമാനിക്കാം. ക്ലിയർ? അപ്പോൾ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചിലെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ്, ക്ലിയർ റെക്കഗ്നിഷൻ ഓഫ് നീഡ് ടു മൂവ് അവേ ഫ്രം ഫോസിൽ ഫ്യൂൽ. ഞാൻ നേരത്തെ പറഞ്ഞു. കോൾ ദ ഫോർ ഫേസ് ഡൗൺ ഓഫ് കോൾ ആൻഡ് ഫേസ് ഔട്ട് ഓഫ് ഇൻഎഫിഷ്യൻറ്റ് ഫോസിൽ ഫ്യൂവൽ സബ്സിഡീസ്. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസിനെ സബ്സിഡൈസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോസിലിനെതിരെ വളരെയധികം സംസാരിച്ച ഒരു മീറ്റായിരുന്നു COP26 അറ്റ് ഗ്ലാസ്ഗോ. ഓർത്തിരിക്കുക. ഇനി അഡാപ്റ്റേഷൻ. ഓൾറെഡി ക്ലൈമറ്റ് ചേഞ്ച് റിയാലിറ്റിയാണ്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? ആസ്ക് ഡെവലപ്ഡ് കൺട്രീസ് ടു അറ്റ്ലീസ്റ്റ് ഡബിൾ ദ മണി ബീങ് പ്രൊവൈഡഡ് ഫോർ അഡാപ്റ്റേഷൻ ബൈ 2025 ഫ്രം 2019. ഇപ്പോൾ 2019 അവർ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി പൈസ കൊടുക്കാൻ പറഞ്ഞു, പക്ഷേ ഇതൊന്നും നടപടിയായിട്ടില്ല. ഇറ്റ് ക്രിയേറ്റഡ് 2-year വർക്ക് പ്രോഗ്രാം ടു ഡിഫൈൻ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ. പാരീസ് റൂൾ ബുക്ക് ഫൈനലൈസ്ഡ് ആയി. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മീഥേൻ പ്ലഡ്ജ് ഓർത്തിരിക്കുക. ഫോസിലിൻ്റെ കാര്യം കട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. COP26 വരുമ്പോൾ ഈ 2-3 കാര്യമാണ് ഓർത്തിരിക്കുന്നത്. അതുപോലെ പാരീസ് റൂൾ ബുക്ക് ഫൈനലൈസ്ഡ് ആയി. ഓക്കെ, ഇതെന്താണ്? ദിസ് ഇസ് എ ട്രാൻസ്പെറൻസി ഫ്രെയിംവർക്ക്. ഇറ്റ് വാസ് കംപ്ലീറ്റഡ്. ഇറ്റ് ഇൻക്ലൂഡഡ് റിപ്പോർട്ടിംഗ് റൂൾസ് ആൻഡ് ഫോർമാറ്റ്സ് ഫോർ എമിഷൻ, പ്രോഗ്രസ് ഓൺ പ്ലഡ്ജസ് ആൻഡ് ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ. ഇതൊന്നും വലുതായിട്ട് നടപടിയായിട്ടില്ല. ഓക്കെ, റിപ്പോർട്ടിങ്ങിൻ്റെ റൂൾ എങ്ങനെയാണ്? UNFCCC എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? എമിഷൻസിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് പോകുന്നത്? പ്രോഗ്രസ്സസ് എന്തോരം വന്നു? ഇവരെടുത്ത പ്രോമിസുകൾ എന്തോരം ഫുൾഫിൽ ചെയ്യുന്നു? സം കാർബൺ മാർക്കറ്റ് പ്രൊവിഷൻസ് ഹാവ് ബീൻ ഫൈനലൈസ്ഡ്. ദാറ്റ് വാസ് എ മേജർ അച്ചീവ്മെൻറ്റ്. ക്രെഡിറ്റ് ജനറേറ്റഡ് ഫ്രം ഏർലിയർ പീരീഡ്. ഇതൊരു തർക്കമായ കാര്യമാണ്. അതായത് പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ പാരീസ് എഗ്രിമെൻറ്റ് നമ്മളറിയാം. അതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ക്യോട്ടോയിലാണെങ്കിൽ ക്രെഡിറ്റ് മെക്കാനിസം ഉണ്ട്. ചില രാജ്യങ്ങൾ അവരുടെ ഫോസിൽ ഫ്യൂവൽ എമിഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന GHG ഫോസിൽ ഫ്യൂവൽ അല്ല ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒക്കെ കട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ക്രെഡിറ്റ് സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രെഡിറ്റ് എല്ലാവരും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സാധാരണ വേറെ രാജ്യങ്ങൾ കൂടുതൽ എമിറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഈ ക്രെഡിറ്റ് ഈ പറയുന്ന നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണം. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് അറിയാതെ ഇടയ്ക്ക് പറയുന്നതാണ്. പാരീസ് എഗ്രിമെൻറ്റ് വരുമ്പോഴും അതിനു മുമ്പും കുറേ രാജ്യങ്ങൾ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ഈ കുറേ ക്രെഡിറ്റ് ഉണ്ട്. ഓക്കെ, ഈ ഗ്ലാസ്ഗോയിൽ വന്നപ്പോൾ ഈ ക്രെഡിറ്റ് റിലേറ്റഡ് ആയിട്ടൊരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പുള്ള ക്രെഡിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ വേറെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ ഓവർ എമിഷൻ നടത്തുന്നവർ വാങ്ങണമെന്നുള്ളതാണ്. പക്ഷേ ഈ വെസ്റ്റിൻ്റെ ഒരു ഹിപ്പോക്രസി ഇവിടെ നിങ്ങൾക്ക് കാണാം. ക്രെഡിറ്റ് ജനറേറ്റഡ് ഫ്രം ഏർലിയർ പീരീഡ് ഇൻക്ലൂഡിങ് ത്രൂ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. ഇത് നമ്മൾ പഠിച്ചു ക്യോട്ടോയുടെ സമയത്ത്. ഇത് ക്ലൈമറ്റ് ജനറലി പറഞ്ഞു പോയതേ ഉള്ളൂ. പക്ഷേ ഞാൻ ക്ലൈമറ്റ് മെക്കാനിസമുകളെല്ലാം ഇതുപോലെ കാർബൺ മെക്കാനിസം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ക്രെഡിറ്റ് ജനറേറ്റഡ് ഫ്രം ഏർലിയർ പീരീഡ് ഇൻക്ലൂഡിങ് ക്ലീൻ ഡെവലപ്പ് മെക്കാനിസം വെയർ ട്രാൻസ്ഫേർഡ് ടു ദ പാരീസ് എഗ്രിമെൻറ്റ് ബട്ട് ഓൺലി സിൻസ് 2013. അപ്പോൾ 2013 ശ്രദ്ധിച്ചിരിക്കുക. 2013 മുമ്പ് നമ്മൾ എമിഷൻ കട്ട് ചെയ്തു, നമുക്ക് കുറേ ക്രെഡിറ്റ് കിട്ടി. ആ ക്രെഡിറ്റ് ഒന്നും ഇനി വിൽക്കാൻ പറ്റില്ല. 2013 ശേഷം നിങ്ങൾ എന്തെങ്കിലും ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എമിഷൻ കട്ട് ചെയ്തു, അതിൻ്റെ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ രാജ്യങ്ങൾക്ക് വിൽക്കാൻ പറ്റും. ദിസ് വിൽ അലൗ ഡെവലപ്പിംഗ് കൺട്രീസ് ടു മീറ്റ് ഇറ്റ്സ് NDC targets. On the issue of double counting, it has been decided that country that generates a credit will decide whether to authorize it for sale to other nations or to count towards their climate target. അപ്പോൾ ഈ ക്രെഡിറ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് ടാർഗറ്റ് ആയിട്ട് കാണിക്കാം, അതിനെ കട്ട് ചെയ്യാം. അപ്പോൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എമിഷൻ കുറച്ചിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് വാങ്ങിയാലും അത് നമ്മുടെ ടാർഗറ്റിൽ നിന്ന് കുറയും. ഓക്കെ, ഒന്നുകിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വിറ്റ് കാശാക്കാം, വേറെ രാജ്യങ്ങൾക്ക് കൊടുത്ത് വിറ്റ് കാശാക്കാം. ഓക്കെ, ക്ലിയർ? ദ എമിഷൻ കട്ട്സ് വിൽ ബി കൗണ്ടഡ് ഓൺലി വൺസ്. ഒരു തവണ കൗണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കും. ഓക്കെ, വേരിയസ് പോസിറ്റീവ് പാരലൽ ഔട്ട്കംസ്. ഓക്കെ, ഇത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളല്ല, ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന കാര്യങ്ങളാണ്. ഇന്ത്യ പഞ്ചാമൃത ടാർഗറ്റ്സ്
നമ്മൾ കൊടുത്തു. പഞ്ചാമൃത ടാർഗറ്റ്സ് നമ്മൾ പറഞ്ഞത് ഉള്ള കമ്മിറ്റ്മെൻറ്റിനെക്കാട്ടി വലിയ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു വെക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത് നമ്മുടെ പുതിയ അപ്ഡേറ്റഡ് INDC ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു. അതിനകത്ത് കുറേയൊക്കെ ഈ പഞ്ചാമൃത ടാർഗറ്റാണ് വരുന്നത്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം ഈ പഞ്ചാമൃത ടാർഗറ്റ് കഴിഞ്ഞിട്ടാട്ടോ അപ്ഡേറ്റഡ് INDC വരുന്നത്. അപ്ഡേറ്റഡ് INDC നേരത്തെ അങ്ങ് പഠിപ്പിച്ചു വെച്ചു എന്നേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ കറണ്ട് അപ്ഡേറ്റഡ് INDC ടാർഗറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ അഞ്ചാമത് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഇത് COP26 ഗ്ലാസ്ഗോയിലാണ് വന്നത്. 500 GW നോൺ ഫോസിൽ എനർജി നമ്മൾ 2030 വരെ ഉണ്ടാക്കും. നമ്മുടെ എനർജി റിക്വയർമെൻറ്റ്സിൽ 50% റിന്യൂവബിൾ എനർജി ആയിരിക്കും ബൈ 2030. നമ്മുടെ കാർബൺ എമിഷൻ 1 ബില്യൺ ടണ്ണ് വരെ കുറയ്ക്കും ഇപ്പോൾ തൊട്ട് 2030 ലെവലിൽ. റിഡക്ഷൻ ഓഫ് കാർബൺ ഇൻറ്റൻസിറ്റി ഓഫ് എക്കണോമി ബൈ 45% ബൈ 2030 ഓവർ 2005 ലെവൽ. ഇത് നമ്മുടെ അപ്ഡേറ്റഡ് INDCയിൽ നിങ്ങൾക്ക് കാണാം. അച്ചീവിങ് നെറ്റ് സീറോ എമിഷൻ ബൈ 2070. ഓക്കെ, നെറ്റ് സീറോ എമിഷനിലേക്ക് എത്തിയാൻ ഉള്ള ടാർഗറ്റ് 2070. നമ്മുടെ INDC ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ INDC. ഐ വിൽ ഷോ യു അവർ INDCs. ഇവിടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ അപ്ഡേറ്റഡ് INDC. വെയിറ്റ്, ഇത് ഇന്ത്യയുടെ അപ്ഡേറ്റഡ് INDC. ക്ലിയർ. ഇവിടെ നമുക്ക് പഞ്ചാമൃതത്തിൻ്റെ ഒരു പ്രസൻസ് തന്നെയാണ്. സെയിം ആണ്. ഓക്കെ, ക്ലിയർ. പിന്നെ ഇതും സെയിം ആണ്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ക്ലിയർ. ഓക്കെ, അപ്പോൾ ഏകദേശം പഞ്ചാമൃതത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കുറേയധികം അപ്ഡേറ്റഡ് INDCയുടെ നമ്പേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് COP26 ബാക്കി പറയാം. ഇപ്പം ഞാൻ പറയുന്നതൊന്നും ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിലുള്ളതല്ല, സൈഡിൽ കൂടെ നടക്കുന്നതാണ്. ചില രാജ്യങ്ങൾ ചേർന്ന് പ്ലൂറിലാറ്ററൽ എഗ്രിമെൻറ്റ് വെച്ചു ഓൺ മീഥേൻ റിഡക്ഷൻ. ഇതാണ് ഈ മീഥേൻ പ്ലഡ്ജ്. 100 രാജ്യങ്ങൾ. ഓക്കെ, ഇത് ക്രൂഷ്യലാന്ന് പറഞ്ഞു. ഇന്ത്യ പക്ഷേ ഇത് സൈൻ ചെയ്തില്ല. അപ്പം ഗ്ലാസ്ഗോയിൽ നടന്ന COP26 മീഥേൻ പ്ലഡ്ജ് വന്നു. ഇന്ത്യ ഇതിൻ്റെ പാർട്ടല്ല. പ്ലൂറിലാറ്ററൽ എഗ്രിമെൻറ്റ് ഓൺ റിവേഴ്സ് ഡീഫോറസ്റ്റേഷൻ വേറെ 100 രാജ്യങ്ങൾ ചേർന്ന് ഡീഫോറസ്റ്റേഷനിൽ ഒരു എഗ്രിമെൻറ്റ് പറഞ്ഞു. ഇന്ത്യ ഇതിനകത്തും ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഡീഫോറസ്റ്റേഷൻ്റെ കാര്യമാണെങ്കിലും മീഥേൻ പ്ലഡ്ജിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ല. India did not join group due to concern over a clause on possible trade measures related to forest produce. അപ്പോൾ ഈ പ്രശ്നം കാരണം ഇന്ത്യ സൈൻ ചെയ്തില്ല. പിന്നെ COP26 ഒരു ട്രാൻസ്പോർട്ട് ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. 100% ട്രാൻസിഷൻ ടു എമിഷൻലെസ് വെഹിക്കിൾ കാർസ് ബൈ 2040. ദിസ് ഹാസ് ഓൾസോ ബീൻ സൈൻ ബൈ ഒരു 30 രാജ്യങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ്ഗോ ഫിനാൻഷ്യൽ അലയൻസ് ഫോർ നെറ്റ് സീറോ, GFANS എന്ന് പറയുന്നൊരു സംഭവം. 450 of the world's leading bank or financial institution have pledged to report annually on carbon emission linked to project they lend to. Okay, ഇതൊരു ഇനീഷ്യേറ്റീവ് ആണ്. They also have a plan to lend trillions of dollars in green finance while committing net zero emission across board by 2050. അപ്പോൾ ഈ ഗ്ലാസ്ഗോ ഫിനാൻഷ്യൽ അലയൻസും ഓർത്തിരിക്കുക. പ്രശ്നങ്ങൾ ഫണ്ടിങ് പറഞ്ഞിട്ടുണ്ട്, തരാമെന്നൊന്നും ആയിട്ടില്ല. ലോസ് ആൻഡ് ഡാമേജസിൻ്റെ കാര്യത്തിൽ പറച്ചിലുണ്ട്, പക്ഷേ ഒഫീഷ്യലായിട്ട് അതിന് വേണ്ടിയുള്ള മെഷേഴ്സ് ഇല്ല. ഡിഡിൻ സ്പെസിഫൈ റേസ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ്. അപ്പോൾ ഇത് നിങ്ങൾ മെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ഞാൻ പഠിപ്പിച്ചു പോയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ COP21 കഴിഞ്ഞ് 25 വരെ ഒന്ന് ഓടിച്ചു വിട്ടു. 25 സാന്റിയാഗോ നെറ്റ്വർക്ക് നോക്കി, 26 ഗ്ലാസ്ഗോ, അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. ഓക്കെ, ഇനി 27 ആണ്. 27 COP നടന്നത് ഷാർം എൽ ഷെയ്ഖിലാണ്, ഈജിപ്റ്റ്. അപ്പോൾ ആദ്യം ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യും. ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ UNFCCCC ഫിനാൻഷ്യൽ മെക്കാനിസം. ഇത് എസ്റ്റാബ്ലിഷ്ഡായി. ഓക്കെ, നേരത്തെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി സംസാരം ഉണ്ടായെന്നേ ഉള്ളൂ. ഓക്കെ, സംസാരം ഉണ്ടായി. ക്ലിയർ. അപ്പോൾ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ടിനെ പറ്റി ഇതിനു മുമ്പും പലപ്പോഴും സംസാരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ COP25 നോക്കിയാലും സംസാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി അവസാനം. ദിസ് ഫണ്ട് ഗെറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, ലോഞ്ച് മിറ്റിഗേഷൻ വർക്ക് പ്രോഗ്രാം ഫോർ സ്കെയിലിംഗ് അപ്പ് എമിഷൻ റിഡക്ഷൻ, ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ GGA സ്ട്രെങ്തൻഡ് അണ്ടർ പാരീസ് അഗ്രിമെൻറ്റ് ആർട്ടിക്കിൾ 7. പിന്നെ ലോഞ്ച് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഫോർ സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ ഇനീഷ്യേറ്റീവ്. ഇതൊരു ജിസ്റ്റാട്ടോ, കാണാതെ പഠിക്കേണ്ട ചില കാര്യങ്ങൾ. LDF, MW, GGA ആൻഡ് ഫാസ്റ്റ്. ഓക്കെ, ഇനി ഇത് ഓരോന്നോരോന്ന് പോവാം. ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. ഫസ്റ്റ് എവർ COP അഗ്രിമെൻറ്റ് ഓൺ എ ഫണ്ട് ടു കോമ്പൻസേറ്റ് ക്ലൈമറ്റ് വൾണറബിൾ നേഷൻസ്. ഇതിനു മുമ്പ് പലപ്പോഴും ഇതിൻ്റെ ചർച്ച വന്നിട്ടുണ്ട്. വാർസോയിൽ വന്നിട്ടുണ്ട്,
പിന്നെ നമ്മുടെ സാന്റിയാഗോ ഫ്രെയിംവർക്ക് നമ്മുടെ സാന്റിയാഗോ ഫ്രെയിംവർക്ക് വന്നിട്ടുണ്ട് COP25. COP23 എൻ്റെ ഓർമ്മ. അവിടെയും ഈ പറയുന്ന COP19 ഈ ലോസ് ആൻഡ് ഡാമേജിനെ പറ്റി സംസാരമുണ്ട് വാർസോയിൽ. ഓക്കെ, ആദ്യം COP19 വാർസോയിൽ ലോസ് ആൻഡ് ഡാമേജിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ COP19 കഴിഞ്ഞ് പിന്നെ COP25 പറയുന്നുണ്ട്. പക്ഷേ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് എപ്പോഴാണ്? COP27. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. അത് ക്രിട്ടിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ട് നിങ്ങളിത് സ്റ്റാർ മാർക്ക് ചെയ്യണം. യു ഹാവ് ടു സ്റ്റാർ മാർക്ക്. ഓക്കെ, ദിസ് യു ഹാവ് ടു സ്റ്റാർ മാർക്ക്. ഓക്കെ, അപ്പോൾ വാർസോയിൽ 2019 അല്ല COP19 ഇയർ നിങ്ങൾ നോക്കണം. COP19 ഇത് ആദ്യമായിട്ട് വരുന്നുണ്ട്, സംസാരം വരുന്നുണ്ട്. പിന്നെ COP25 എഗെയിൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. COP25 യുവർ മാഡ്രിഡ് സമ്മിറ്റ് സ്പെയിനിൽ, അവിടെയും ഇതിനെപ്പറ്റി ചർച്ച വരുന്നുണ്ട്. സാന്റിയാഗോ നെറ്റ്വർക്ക് വരുന്നുണ്ട്. അപ്പോൾ വാർസോയുടെ ഇമ്പോർട്ടൻ്റ് എന്താണ്? COP19 2013 ഇതിനെപ്പറ്റി സംസാരം തുടങ്ങി. പിന്നെ COP25 മാഡ്രിഡിൽ സാന്റിയാഗോ ഫ്രെയിംവർക്ക് വരുന്നു. COP27 ഇത് ഫൈനലൈസ്ഡ് ആവും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് എഗ്രീഡ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ എയ്ഡ് ഫോർ ക്ലൈമറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റർ. ഈ വൾണറബിൾ രാജ്യങ്ങളുടെ പ്ലീ കേട്ടു. അപ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ they will be aided. World Bank designated as interim host for the fund for 4 years. 4 വർഷത്തേക്ക് വേൾഡ് ബാങ്ക് ആയിരിക്കും ഇതിന് ട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. എസ്റ്റിമേറ്റ്സ്, ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്തു. COP27 എഗ്രിമെൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ക്വാണ്ടിഫൈഡ് ദ ഫിനാൻഷ്യൽ നീഡ് ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. കാശ് വേണമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഏകദേശം $4 ട്രില്യൺ ഹാഡ് ടു ബി ഇൻവെസ്റ്റഡ് ഇൻ റിന്യൂവബിൾ എനർജി. ഇത്രയും പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലേ 2030 വരെ ഇൻവെസ്റ്റ് ചെയ്താലേ 2050 നമുക്ക് നെറ്റ് സീറോ ടാർഗറ്റിൽ എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ. ഇത് നേരത്തെ ഞാൻ ജിസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെങ്തൻ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ മെഷേഴ്സ് അണ്ടർ പാരീസ് എഗ്രിമെൻറ്റ് ആർട്ടിക്കിൾ 7 കോൾസ് ഫോർ ഡബ്ലിംഗ് അഡാപ്റ്റേഷൻ ഫിനാൻസ് ഫ്രം ഡെവലപ്ഡ് ടു ഡെവലപ്പിംഗ് നേഷൻസ് ബൈ 2025. നടക്കുമെന്നുള്ളത് നടന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ഇരട്ടി ഫണ്ട് കൊടുക്കണം അഡാപ്റ്റേഷന് വേണ്ടി. ഡെവലപ്ഡ് രാജ്യങ്ങൾ കൊടുത്തിട്ടൊന്നുമില്ല. എംബസിസ് ഓൺ ഡിസാസ്റ്റർ റെസിലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ, ക്ലൈമറ്റ് റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജീസ്, ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഇതാണ് ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ. ജസ്റ്റ് പേരെങ്കിലും ഓർത്തിരിക്കുക. GGA 26/7 വന്നത്, LDF 27 വന്നത്. ഓക്കെ, പിന്നെ MWP, അതുപോലെ ഫാസ്റ്റ്, ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഗ്ലോബൽ മീഥേൻ പ്ലഡ്ജ്, ഇത് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെയും ഇത് എക്സ്പാൻഡ് ചെയ്ത് 150 രാജ്യങ്ങൾ ഈ പ്ലഡ്ജ് ഏറ്റെടുത്തിട്ടുണ്ട്. കമ്മിറ്റിംഗ് ടു റെഡ്യൂസ് മീഥേൻ ബൈ 30% ബൈ 2030. ഇന്ത്യ ഇതിനകത്ത് സൈൻ ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ അഗ്രികൾച്ചർ ഇപ്പോഴും ഒരു വലിയ സെക്ടറാണ്, ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻ്റ് ഉള്ള സെക്ടറാണ്. അപ്പോൾ മീഥേൻ കട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയെ ബാധിക്കും. പിന്നെ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് അഗ്രികൾച്ചർ, ഫസ്റ്റ് എവർ എക്സ്പ്ലിസിറ്റ് ഇൻക്ലൂഷൻ ഓഫ് ഫുഡ് സെക്യൂരിറ്റി ഇൻ COP എഗ്രിമെൻറ്റ്. ആദ്യമായിട്ടൊരു COPയിൽ ഫുഡ് സെക്യൂരിറ്റിയെ പറ്റി പറയുന്നതും ഈ പറയുന്ന COP27 അറ്റ് ഷാർമൽ ഷെയ്ഖിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രികൾച്ചറിൽ ഫോക്കസ് ചെയ്യണം, സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെൻറ്റ് ചെയ്യണം, ഡ്രോട്ട് അഡാപ്റ്റേഷൻ ചെയ്യണം. കൊറോണീവ ജോയിൻറ്റ് വർക്ക് ഓൺ അഗ്രികൾച്ചർ ഫ്രെയിംവർക്ക് എക്സ്റ്റെൻഡഡ് ലിങ്കിങ് ക്ലൈമറ്റ് ആക്ഷൻ വിത്ത് ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ കൊറോണീവ ജോയിൻറ്റ് ഫ്രെയിംവർക്ക് എന്താ, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി വേറെ ഡെവലപ്മെൻറ്റ് നോക്കിയാൽ ക്ലൈമറ്റ് റിസ്ക് ആൻഡ് റെസിലിയൻറ്റ് ഇനീഷ്യേറ്റീവ്. ഇതിനു വേണ്ടി ഗ്ലോബൽ ഷീൽഡ് അഗെയിൻ ക്ലൈമറ്റ് റിസ്ക് ലോഞ്ച്ഡ് വിത്ത് $200 million ഫണ്ടിങ് ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ. പിന്നെ ഏർലി വാർണിംഗ് സിസ്റ്റം ഫോർ ഓൾ ഇനീഷ്യേറ്റീവ് ലോഞ്ച് ടു പ്രൊവൈഡ് ഗ്ലോബൽ ക്ലൈമറ്റ് ഡിസാസ്റ്റർ അലേർട്ട്. ഇതെല്ലാം നിങ്ങൾ പെട്ടെന്ന് ഓർക്കാനൊക്കെ പാടായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാനിപ്പോൾ സ്റ്റാർ മാർക്ക് ചെയ്യുന്നില്ല, ഇവിടെ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ എല്ലാം സ്റ്റാർ മാർക്ക് ചെയ്തിട്ട്, സ്റ്റാർ മാർക്ക് ചെയ്ത സാധനങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. പിന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ, ലാൻഡ് യൂസിന് വേണ്ടി എന്താണ്, ഒരു ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ലീഡേഴ്സ് പാർട്ട്ണർഷിപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡിഫോറസ്റ്റേഷൻ തടയാൻ 2030 വരെ. ബ്രസീലും ഇന്തോനേഷ്യയും കോങ്കോയും ദേ അനൗൺസ് കോപ്പറേഷൻ ടു പ്രിസർവ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. പക്ഷേ ഏറ്റവും കൂടുതൽ റെയിൻ ഫോറസ്റ്റിന് പ്രശ്നം ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് ബ്രസീൽ. പിന്നെ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ പ്രോഗ്രാംസ്, ഇതിനകത്ത് കോൾ ട്രാൻസിഷൻ ആക്സിലേറ്റർ launched to support coal dependent economies to shift to cleaner alternatives. ഇപ്പോൾ കോളിൽ തന്നെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് എക്സ്ട്രാ സപ്പോർട്ട് നൽകി അവരെ അതിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം. ആക്സിലറേറ്റഡ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഓഫ് ഷോർ വിൻഡ് ആൻഡ് ഗ്രീൻ ഹൈഡ്രജൻ പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ COP27. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് LDF, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്. പിന്നെ ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ
ഫാസ്റ്റ് ഇനീഷ്യേറ്റീവ് ഓർത്തിരിക്കുക, പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി, അതിൻ്റെ ഫുഡ് സെക്യൂരിറ്റിയെ പറ്റി ആദ്യം പറഞ്ഞു. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്, അതുപോലെ തന്നെ ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ, ഫാസ്റ്റ് ഇനീഷ്യേറ്റീവ്, പിന്നെ ആദ്യമായിട്ട് ഫുഡ് സെക്യൂരിറ്റിയെ പറ്റി പറഞ്ഞു. ഈ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇനി COP25 നമ്മളെടുത്ത് 26 എടുത്താലോ? 26 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ഗ്ലാസ്ഗോ ക്ലൈമറ്റ് പാക്റ്റ്, ഫോസിലിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു, അത് ഓർക്കണം. മീഥേൻ പ്ലഡ്ജിൻ്റെ കാര്യം ഓർക്കണം. ഓക്കെ, ക്ലിയർ? അപ്പം ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് ഓർമ്മയുള്ളത്. പാരീസ് ബുക്ക് ഫൈനലൈസ് ചെയ്തു. ഫോസിലിൻ്റെ കാര്യം കുറേ സംസാരിച്ച ഒരു സമ്മിറ്റായിരുന്നു COP26. ഓക്കെ, COP27 ഫുഡ് സെക്യൂരിറ്റിയും ലോസ് ആൻഡ് ഡാമേജും ഒക്കെ. ഈ ലോസ് ആൻഡ് ഡാമേജ് ആദ്യം കുറേയൊക്കെ ചർച്ചയാവുന്നത് COP19, ഓക്കെ, വാർസോയിലുള്ളത്. അതുകൂടെ ഓർത്തിരിക്കുക. 2013 ആണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഇനി നമുക്ക് COP28 നോക്കാം. COP28 നടന്നത് എവിടെയാണ്? ദുബായിലെ UAE-ലാണ്. ഓക്കെ, ദുബായ് ഇൻ UAE. ഓക്കെ, UAE-ലെ ദുബായിലാണ് നടന്നത് 2023. ഓക്കെ, ഫസ്റ്റ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് കംപ്ലീറ്റഡ്. ഞാൻ പറഞ്ഞു 5 വർഷമൊക്കെ കൂടുമ്പോൾ ക്ലൈമറ്റ് ടാർഗറ്റ്സ് എന്തോരം അച്ചീവ് ചെയ്തു എന്നുള്ളതൊക്കെ ഇവർ നോക്കും. ഓക്കെ, പാരീസ് എഗ്രിമെൻറ്റ് ഗോൾസ് ട്രിപ്ലിംഗ് റിന്യൂവബിൾ എനർജി ആൻഡ് ഡബിളിംഗ് എനർജി ബൈ 2030 പ്ലഡ്ജ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആട്ടോ. റിന്യൂവബിൾസ് ട്രിപ്പിൾ ചെയ്യണം, എനർജി എഫിഷ്യൻസി ഡബിൾ ചെയ്യണം 2030 വരെ. ഇങ്ങനൊരു പ്ലഡ്ജ് വന്നു. പിന്നെ ഓപ്പറേഷനൈസേഷൻ ഓഫ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്, ഇത് വന്നത് കഴിഞ്ഞ ഷാർമൽ ഷെയ്ഖിലെ COP27 പക്ഷേ ഇത് ഓപ്പറേഷണലൈസ് ആവുന്നു. ഹോസ്റ്റഡ് ബൈ വേൾഡ് ബാങ്ക് ഫോർ 4 years. ആഫ്രിക്ക ഗ്രീൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഇനീഷ്യേറ്റീവ് ലോഞ്ച് ടു സപ്പോർട്ട് ലോ കാർബൺ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഡിക്ലറേഷൻ ഓൺ ക്ലൈമറ്റ് ഹെൽത്ത് എംഫസൈസിങ് ഓൺ പബ്ലിക് ഹെൽത്ത് ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ലൈഡിൽ കിട്ടും. ഒന്ന് നോക്കുക. ഐ വിൽ ഗീവ് യു ടൈം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ 29 പോകുന്നില്ല. 29 വിൽ ബി ഡൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. കാരണം ഈ ക്ലാസ് 30 minutes ആയി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് ഈ സമയത്ത് നടക്കുന്നു. ട്രിപ്പിളിംഗ് റിന്യൂവബിൾ ആൻഡ് ഡബിളിംഗ് എനർജി എഫിഷ്യൻസി പ്ലഡ്ജ് ബൈ 2030. ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് അത് എന്താ പറയുക, ഓപ്പറേഷണലൈസ്ഡ് ആകുന്നു. വേൾഡ് ബാങ്ക് 4 വർഷത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആഫ്രിക്ക ഗ്രീൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഇനീഷ്യേറ്റീവ് വരുന്നു ടു സപ്പോർട്ട് ലോ കാർബൺ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. പിന്നെ ഒരു ഡിക്ലറേഷൻ ഓൺ ക്ലൈമറ്റ് ആൻഡ് ഹെൽത്ത്, ഓക്കെ, വിത്ത് എംഫസിസ് ഓൺ പബ്ലിക് ഹെൽത്ത്. അപ്പോൾ നമുക്ക് 23 COP28 UAE-ൽ നടന്ന, ദുബായിൽ നടന്ന COP പറ്റി നോക്കാം. ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞു. ഇത് 26 പറഞ്ഞിട്ടുണ്ട് COP, ഓർത്തിരിക്കുക. ഫസ്റ്റ് അവർ COP ഡിസിഷൻ ടു ട്രാൻസിറ്റ് അവേ ഫ്രം ഫോസിൽ ഫ്യൂവൽസ് മാർക്കിംഗ് സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് ഇൻ ഇൻ്റർനാഷണൽ ക്ലൈമറ്റ് പോളിസി. ഇന്ത്യ ഡിഡ് നോട്ട് സൈൻ ദ കമ്മിറ്റ്മെൻറ്റ് ടു ഫേസ് ഔട്ട് കോൾ ബട്ട് എംഫസൈസ് റിന്യൂവബിൾ എനർജി എക്സ്പാൻഷൻ. കാരണം നമുക്കിപ്പോൾ കോള് വിട്ട് പെട്ടെന്നൊരു കളിക്ക് പറ്റില്ല. പിന്നെ ഗ്ലോബൽ റിന്യൂവബിൾ ആൻഡ് എനർജി എഫിഷ്യൻസി പ്ലഡ്ജ്, ഇതാണ് COP28 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ? ദിസ് ഇസ് ദ വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ ഈ ഗ്ലോബൽ റിന്യൂവബിൾ ആൻഡ് എനർജി എഫിഷ്യൻറ്റ് പ്ലഡ്ജ് വരുന്നത് COP28 എന്തൊക്കെയാണ്? ട്രിപ്പിൾ ഗ്ലോബൽ റിന്യൂവബിൾ എനർജി. അപ്പോൾ റിന്യൂവബിൾ എനർജിയുടെ യൂസേജ് 3 ഇരട്ടിയാവുക, ടു അറ്റ്ലീസ്റ്റ് 11,000 GW ബൈ 2030. അതുപോലെ എനർജി എഫിഷ്യൻസി ആണെങ്കിലോ, കൺട്രീസ് പ്ലഡ് ടു ഡബിൾ ഗ്ലോബൽ ആനുവൽ റേറ്റ് ഓഫ് എനർജി എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ് ഫ്രം 2 to 4% ബൈ 2030. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, റിന്യൂവബിൾ എനർജി ട്രിപ്പിൾ ആക്കുന്നു, അതുപോലെ തന്നെ എനർജി എഫിഷ്യൻസി ഡബിൾ ആക്കുന്നു. ഇന്ത്യ ഈസ് സിഗ്നേറ്ററി ടു ദിസ് പ്ലഡ്ജ് അലൈനിങ് ടു നാഷണൽ സോളാർ മിഷൻ ആൻഡ് ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. ദിസ് ഇനീഷ്യേറ്റീവ് വാസ് ലെഡ് ബൈ IRENA, അതായത് ഇൻ്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി, യൂറോപ്യൻ യൂണിയൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ ഗ്ലോബൽ റിന്യൂവബിൾ ആൻഡ് എനർജി എഫിഷ്യൻസി ആരാണ് പയനീർ ചെയ്തത്? ഇൻ്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി, യൂറോപ്യൻ യൂണിയൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ദിസ് പാർട്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ COP28 നടന്നത് നോക്കി വയ്ക്കുക. ഡബിൾ ചെയ്യുക, ട്രിപ്പിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ഇതിൻ്റെ പുറകിലുള്ളത് IRENAയും EUവും യുണൈറ്റഡ് സ്റ്റേറ്റ്സുമാണ്. പിന്നെ ലോസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, ഡാമേജ് ഫണ്ട്, ഇത് ഓപ്പറേഷണലൈസ്ഡ് ആക്കി. ഓക്കെ, ഡെവലപ്ഡ് രാജ്യങ്ങൾ ഏകദേശം $800 million കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, സാധാരണ നടക്കാറില്ല. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാം. ഇത് സെറ്റപ്പ് ചെയ്ത് നമ്മൾ നേരത്തെ പഠിച്ചു, ഷാർമൽ ഷെയ്ഖ് നടന്ന COP27 ബട്ട് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ക്രിയേറ്റഡ് ആൻഡ് നോൺ മണി ഹാഡ് ബീൻ പ്രോമിസ്ഡ്. ഓക്കെ, ഇതിനെപ്പറ്റി ചർച്ചയുണ്ടായുള്ളൂ. ക്രിയേറ്റഡ് ആവുന്നത് ഇപ്പോഴും, ഓപ്പറേഷണലൈസ്ഡ് ആവുന്നത് 28ാമത്തെ COP-ലാണ്. COP28 ഓപ്പറേഷണലൈസ് ദ ഫണ്ട് ആൻഡ് സെവറൽ കൺട്രീസ് ഹാവ് ഓൾറെഡി മെയ്ഡ് കമ്മിറ്റ്മെൻറ്റ്സ്. ഞാൻ പറഞ്ഞല്ലോ $800 million എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ UNFCCC ഫ്രെയിംവർക്ക് വിത്ത് വേൾഡ് ബാങ്ക് ആസ് ഇൻട്രീം ഹോസ്റ്റ്. നേരത്തെ പറഞ്ഞു.
Okay, the COP28 decided that fund will be serviced by new and dedicated and independent secretariat. It will be supervised and controlled by the board. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ടാവും. അപ്പോൾ ഓർത്തിരിക്കുക, ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ഇത് വരുന്നത് കഴിഞ്ഞ COP-യിലാണ്. ഇതിനെ പറ്റിയുള്ള ബേസിക് ഇതിൻ്റെ ധാരണ. പക്ഷേ ഇത് ഓപ്പറേഷണലൈസ്ഡ് ആവുന്നത് COP28-ലാണ്. ക്ലിയർ? ഓക്കെ, അത് ക്രിയേറ്റഡ് ആവുന്നത് COP28-ലാണ്. നേരത്തെ അത് വന്നു, അതിനെക്കുറിച്ച് ചർച്ച വന്നു, അതിൻ്റെ ഫ്രെയിംവർക്കൊക്കെ ആയി. പക്ഷേ ഇത് ഓപ്പറേഷണലൈസ്ഡ് ആയിട്ട് ശരിക്കും വരുന്നത് COP28-ലാണ്. ഓക്കെ, പല ബുക്കുകളിലും പലതാണ്, എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് പാരീസ് എഗ്രിമെൻറ്റ് ആർട്ടിക്കിൾ 7 എയിമിംഗ് ടു എൻഹാൻസ് ഗ്ലോബൽ അഡാപ്റ്റിംഗ് ഫൈനാൻസിങ്. അപ്പോൾ ഈ എഗ്രിമെൻറ്റ്സ് ആർട്ടിക്കിൾ 7 എന്ന് പറഞ്ഞാൽ അഡാപ്റ്റേഷൻ ഫിനാൻസിങ് ആണെന്ന് ഓർക്കുക. ഫോക്കസ്ഡ് ഓൺ നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ, ഏർലി വാർണിംഗ് സിസ്റ്റം ആൻഡ് ഡിസാസ്റ്റർ റിസ്ക് സ്ട്രാറ്റജീസ്. അതുപോലെ ഗ്ലോബൽ കൂളിംഗ് പ്ലഡ്ജ് ഉണ്ട്. 66 രാജ്യങ്ങൾ ചേർന്ന് റെഡ്യൂസിങ് കൂളിംഗ് റിലേറ്റഡ് എമിഷൻ ബൈ 68% ഗ്ലോബലി ബൈ 2050. 68% ഈ കൂളിംഗ് റിലേറ്റഡ് എമിഷൻസ് കുറയ്ക്കണം 2050 വഴി. ഇന്ത്യ ഇതും ഒപ്പിട്ടിട്ടില്ല. ഇന്ത്യ മീഥേൻ പ്ലഡ്ജും ഒപ്പിട്ടിട്ടില്ല, ഇന്ത്യ ഇതും ഒപ്പിട്ടിട്ടില്ല. ബട്ട് പ്രൊമോട്ട് സസ്റ്റൈനബിൾ കൂളിംഗ് ത്രൂ കൂളിംഗ് ആക്ഷൻ പ്ലാൻ. നമ്മൾ പറഞ്ഞു പ്ലഡ്ജൊന്നും ഞങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു ഇന്ത്യൻ കൂളിംഗ് ആക്ഷൻ പ്ലാൻ ഉണ്ട്. അത് വെച്ച് ഞങ്ങൾ കൂളിംഗ് വഴിയുള്ള എമിഷൻസ് കൺട്രോൾ ചെയ്ത്. കോൾ ട്രാൻസിഷൻ ആക്സിലേറ്റർ. ഫ്രാൻസ് ലോഞ്ച് ദ ഇനീഷ്യേറ്റീവ് ഇൻ കൊളാബറേഷൻ വിത്ത് ക്ലൈമറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് ടു സപ്പോർട്ട് കോൾ ഫേസ് ഔട്ട് സ്ട്രാറ്റജി. ഇന്ത്യ ഡിഡ് നോട്ട് കമ്മിറ്റ്. കാരണം നമുക്ക് കോൾ ആവശ്യമാണ് ടു ടൈം ലൈൻ ഫോർ കോൾ റിഡക്ഷൻ ബട്ട് എംഫസൈസ് ജസ്റ്റ് ട്രാൻസിഷൻ പോളിസീസ് ഫോർ കോൾ ഡിപ്പെൻഡൻസ്. നമ്മളിതൊന്നും ഒപ്പുവെക്കില്ല, നമ്മുടെ ഡെവലപ്മെൻറ്റ് പ്രശ്നമാവും. പിന്നെ ഒരു ചാമ്പ് ഇനീഷ്യേറ്റീവ് ഉണ്ട്, ഇത് ഓർത്തിരിക്കുക. ചാമ്പ് ഇനീഷ്യേറ്റീവ്, കൊയലേഷൻ ഫോർ ഹൈ അംബിഷൻ മൾട്ടി ലെവൽ പാർട്ണർഷിപ്പ്, ഫോക്കസ് ഓൺ ക്ലൈമറ്റ് ഗവർണൻസ് അറ്റ് സബ്നാഷണൽ ലെവൽസ് ടു എൻഹാൻസ് സിറ്റി ആൻഡ് സ്റ്റേറ്റ് ലെവൽ ക്ലൈമറ്റ് ആക്ഷൻ. ഇന്ത്യ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഇനീഷ്യേറ്റീവ് ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, SAPCs. നമ്മളൊന്നും ഒപ്പുവയ്ക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ചാമ്പിൽ നമ്മളില്ല, കോൾ ട്രാൻസിഷൻ ആക്സിലേറ്ററിൽ നമ്മളില്ല, ഗ്ലോബൽ കൂളിംഗ് പ്ലഡ്ജിലും നമ്മളില്ല, മീഥേൻ പ്ലഡ്ജിലും നമ്മളില്ല. ഓക്കെ, പിന്നെ ഗ്ലോബൽ റിവർ സിറ്റീസ് അലയൻസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇന്ത്യ ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഗ്ലോബൽ റിവർ സിറ്റീസ് അലയൻസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ഇൻ 2022 അണ്ടർ ദ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. ഓർത്തിരിക്കുക, ഗ്ലോബൽ അലയൻസ് ഏകദേശം 275 റിവേഴ്സും 11 രാജ്യങ്ങളും ഉണ്ട് ഇതിന്, ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ റിവർ മാനേജ്. അപ്പോൾ ഗ്ലോബൽ റിവർ അലയൻസ് ലോഞ്ച് ചെയ്തത് ഇന്ത്യയാണ്. ഇറ്റ് ഈസ് അലൈൻ വിത്ത് അവർ ജൽ ശക്തി അഭിയാൻ ആൻഡ് നമാമി ഗംഗെ പ്രോജക്റ്റ്. ഇനി നമുക്കൊരു ഗ്രീൻ ക്രെഡിറ്റ് ഇനീഷ്യേറ്റീവ് ഉണ്ട്. A global framework to promote corporate environmental responsibility for green investment, focus on afforestation, biodiversity conservation, water conservation project, designed an alternative to carbon credit markets. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ടത് ട്രാൻസിഷൻ അവേ ഫ്രം ഫോസിൽ ഫ്യൂവൽസ്, ഗ്ലോബൽ റിന്യൂവബിൾ എനർജി എഫിഷ്യൻസി പ്ലഡ്ജ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡബിൾ ആക്കുന്നതും ട്രിപ്പിൾ ആക്കുന്നതും. അതുപോലെ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് അത് ഓപ്പറേഷണലൈസ്ഡ് ആയി. പിന്നെ കൂളിംഗ് പ്ലഡ്ജ് നമ്മളില്ല, കോൾ ട്രാൻസിഷൻ ആക്സിലേറ്ററിൽ നമ്മളില്ല, ചാമ്പിലും നമ്മളില്ല. പിന്നെ നമ്മുടെ വകയുള്ള ഗ്ലോബൽ റിവർ സിറ്റീസ് അലയൻസ്. അപ്പം നമ്മൾ COP28 വരെ എത്തിക്കഴിഞ്ഞു. UNFCCCയുടെ ജേർണി നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാറായി. ഇനിയും ഒറ്റ ക്ലാസ്സിൽ ഞാൻ COP29 പറഞ്ഞുതരും. അതോടെ നമ്മുടെ UNFCCCയുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും. താങ്ക് യു.